എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ കാണാൻ പോകുന്നത് തമ്മിൽ തമ്മിൽ ബൈ SKN. പ്രിയപ്പെട്ടവരോട് സന്തോഷ വർത്തമാനം പറയാനുണ്ട്. ഇന്ന് ഈ പരിപാടി തമ്മിൽ തമ്മിൽ ബൈ SKN 100 എപ്പിസോഡുകൾ തികയുകയാണ്. ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട്. ഏതാണ്ട് 10-32 കൊല്ലങ്ങൾക്ക് മുമ്പ് 1993 ഡിസംബറിലാണ് ഈ സംവാദവേദിയിലേക്ക് ഞാൻ കടന്നു വരുന്നത്. ഏഷ്യാനെറ്റിൽ നമ്മൾ തമ്മിൽ ആദ്യ ടോക്ക് ഷോ കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ടു. പിന്നീട് മഴവിൽ മനോരമയിൽ സമദൂരം, സൂര്യ TV-യിൽ ശ്രീകണ്ഠൻ നായർ ഷോ, പിന്നീട് ഫ്ലവേഴ്സിൽ ശ്രീകണ്ഠൻ നായർ ഷോ, ഏറ്റവും അവസാനം 24-ൽ തമ്മിൽ തമ്മിൽ ബൈ SKN. നിങ്ങൾക്കറിയുന്ന പോലെ 1200ഓളം എപ്പിസോഡുകൾ ഈ 32 കൊല്ലത്തിനിടയിൽ പിന്നിട്ടു. ഇത്രയധികം കാലം ഒരു സംവാദവേദി അതേ അവതാരകനുമായി പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രേക്ഷകരുടെ പിൻബലം ഒന്നുകൊണ്ട് മാത്രമാണ്. അതല്ലെങ്കിൽ എന്നെ കട്ടയും പടം മടക്കി ഞാൻ പോയേനെ. ഞാൻ എന്തായാലും ഉപചാരം പറഞ്ഞ് വൃത്തികേടാക്കുന്നില്ല. സ്നേഹമുണ്ട്, സന്തോഷമുണ്ട്. 100ാമത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നു. വീര്യം കുറവുള്ള മദ്യം വിതരണം ചെയ്യുമ്പോൾ വിവാദങ്ങൾ കൂടുപൊട്ടി വരും. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇവരാണ് KPCC വക്താവ് രാജു P. നായർ, BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് TP സിന്ധുമോൾ, മദ്യവിരുദ്ധ ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ചാർലി പോൾ, എറണാകുളം സൺറൈസ് ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്റേണൽ മെഡിസിൻ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ രഞ്ജിനി കുര്യൻ, KCBC മദ്യവിരുദ്ധ സമിതിയുടെ സംസ്ഥാന സെക്രട്ടറിയും വക്താവുമായ പ്രസാദ് കുരുവിള, റിട്ടയർഡ് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ G. മുരളീധരൻ നായർ, സൈക്കാട്രിസ്റ്റ് ഡോക്ടർ LC ഉമ്മൻ, CPIM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം നിതിൻ കണിച്ചേരി, കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റി പ്രസിഡന്റ് ജോസ് പ്രദീപ്, 2025 മിസസ് സൗത്ത് ഇന്ത്യയും തമ്മനം ആർഷ ബോട്ടിക് ഉടമയുമായ ജയലക്ഷ്മി D, ഫോറം ഫോർ ബെറ്റർ സ്പിരിറ്റ് സ്ഥാപകൻ ഫിലിപ്പോസ് പടിക്കൽ, വീര്യം കൂടിയതും ഗുണമേന്മയുള്ളതുമായ മദ്യം നൽകണമെന്ന് ആവശ്യപ്പെടുന്ന വ്യക്തിയും അഡ്വർടൈസിംഗ് കമ്പനി ഉടമയുമായ സന്തോഷ് പാറയിൽ, കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജ് BBA LLB ഓണേഴ്സ് വിദ്യാർത്ഥിനി നാൻസി R. താങ്കൾക്കറിയുന്ന പോലെ വീര്യം കുറഞ്ഞ മദ്യം വിതരണം ചെയ്ത് അതിന് നികുതിയും കുറച്ചാണല്ലോ ഇപ്പോൾ പ്രശ്നം. കുറച്ചില്ലെങ്കിൽ പോലും ബജറ്റ് നിർദ്ദേശം അങ്ങനെ വന്നു. അപ്പൊ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? നിങ്ങൾ വലിയൊരു സംഘം ആൾക്കാർക്ക് ഇതിനെ എതിർക്കുന്നു. BM സുധീരനെ പോലുള്ള നേതാക്കന്മാരും രംഗത്ത് വന്നിട്ടുണ്ട്. അല്ല, ഇത് ഒരു അനാവശ്യ വിവാദമാണ്. കാരണം വിവാദത്തിൽ പ്രസക്തി ഇല്ലെന്നാണ്. ഒരു പ്രസക്തിയില്ല. കാരണം സർക്കാരുകൾ തുടർച്ചയാണ്. സർക്കാരുകൾ ഇപ്പൊ ഞാൻ പറയുന്നത് മറ്റ് KCBCയോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഈ വാദങ്ങൾ ഉന്നയിക്കുന്നതിന് അവർക്കൊരു അടിസ്ഥാനം ഉണ്ടാവും. പക്ഷെ പ്രതിപക്ഷം ഇപ്പൊ ഉന്നയിക്കുന്നതിൽ എന്ത് അടിസ്ഥാനമാണെന്നുള്ളൊരു ചിന്തിക്കണം. ഇതിന്റെ ഒരു സർക്കാർ തുടർച്ച എന്നുള്ളതൊക്കെ ഇവര് തുടങ്ങി വെച്ച ഇവര് തന്നെ അതിനകത്ത് കാറ്റഗറൈസ് ചെയ്ത് കൊണ്ടുവന്നൊരു ഒരു പ്രപ്പോസലാണ്. അത് സ്വാഭാവികമായിട്ടും ഈ പുതിയ ഒരു സർക്കാർ വന്ന് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഏതൊക്കെ ടാക്സ് പ്രപ്പോസൽ എന്നുള്ളത് ധനമന്ത്രിയുടെ മുമ്പിലേക്ക് വരും. ആ ടാക്സ് പ്രപ്പോസലിൽ ഒരു തീരുമാനം എടുത്തു, ഒരു ടാക്സ് തീരുമാനിച്ചു. ആ ഒരു ഭരണപരമായിട്ടുള്ള കാര്യം നടന്നതിനപ്പുറം മറ്റൊന്നും ഉണ്ടായിട്ടില്ല. അല്ല, ഇവര് നീതി കുറച്ചെന്ന് താങ്കൾ പറഞ്ഞു വയ്ക്കരുത്. ആര്? അവർ അങ്ങനെ നിർദ്ദേശിച്ച് അവർ വെച്ചിട്ടില്ല. അല്ല, അവര് നികുതി, അവരുടെ നിർദ്ദേശം എന്തായിരുന്നു? ബിയറിന്റെയും വൈനിന്റെ ഇടയ്ക്കും അതുപോലെ തന്നെ ഹാർഡ് ലിക്കറിന്റെ ഇടയ്ക്കുള്ള ഒരു ടാക്സ് സ്ട്രക്ചർ കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു പറഞ്ഞത്. ഇവര് പല കാരണം ഇവർക്ക് വ്യക്തതയില്ലായിരുന്നു. വ്യക്തതയില്ലാത്തതുകൊണ്ട് തന്നെ ഇവർ ഇതിനകത്ത് തീരുമാനം എടുത്തില്ല. എന്താ ഇവരുടെ നയം? എന്താ? CPM കഴിഞ്ഞ സർക്കാരിന്റെ നയം 2022-23 നയം ഹാർഡ് ലിക്കർ നിരുത്സാഹപ്പെടുത്തുന്നതിന് വേണ്ടി ലോ ആൽക്കഹോൾ ലിക്കർ പ്രോത്സാഹിപ്പിക്കണം എന്നാണ്. അങ്ങനെ ലോ ആൽക്കഹോൾ ലിക്കർ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രപ്പോസൽ വന്നത്. എന്നാൽ ഇവർ ടാക്സ് വരുമ്പോഴത്തേക്ക് എന്താ, അതുകൊണ്ട് വരുമാന നഷ്ടം ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഇവരുടെ നയത്തിന് വിരുദ്ധമായിട്ട് നിലപാടെടുക്കുകയാണ്. ഇവർക്ക് കാര്യങ്ങൾക്ക് വ്യക്തത ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പോയി. പുതിയ ഗവൺമെന്റ് വന്ന് ബജറ്റിനകത്ത് ഒരു പ്രപ്പോസൽ, ടാക്സ് പ്രപ്പോസൽ ധനവകുപ്പ് കൊണ്ടുവരുമ്പോൾ അത് വേണോ വേണ്ടതുള്ള തീരുമാനിക്കണമല്ലോ, എന്തെങ്കിലും തീരുമാനം വേണമല്ലോ. ആ തീരുമാനം എടുത്തു. എന്നിട്ട് എന്താ, ബിയറിന് 116% ടാക്സ്. ബിയറിന് 116% നിൽക്കുമ്പോൾ ലോ ഇൻ ആൽക്കഹോൾ ഡ്രിങ്കിന് 120% ടാക്സ് ഉണ്ട്, 0 to 10. അതേസമയം 10 to 20 വരുമ്പോൾ 175 ടാക്സ് ആയി. ശരിക്കും ബിയറിൽ നിൽക്കുന്നതിനേക്കാൾ കൂടുതലാണ്. ഇപ്പൊ ബ്രക്കോഡ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്, അത് ചെറുപ്പക്കാർക്ക് അറിയാൻ പറ്റുമായിരിക്കും. ബ്രക്കോഡ് എന്ന് പറയുന്ന ബ്രാൻഡ് വൈനായിട്ടാണ് പെടുത്തിയിരിക്കുന്നത്. 15% ആൽക്കഹോൾ ഉണ്ട്. ആ 15% ആൽക്കഹോൾ സത്യം പറഞ്ഞാൽ 175% ടാക്സ് ഇപ്പോൾ കൊടുക്കണം. അതിന് പകരം ഇപ്പോൾ ഏതാണ്ട് 116 താഴെയാണ് വൈൻ്റെ താഴെയുള്ള ടാക്സ് വന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്ക് ഘടനാപരമായിട്ട് തന്നെ വലിയ മാറ്റം വേണം. ഈ ബിയറും വൈനും ഒഴിച്ചു നിർത്തി തന്നെ ഒരു അട്ടിമറിയുടെ ഭാഗമാണെന്നുള്ളത് അതിനകത്തുണ്ട്. അപ്പൊ ഇവര് നയവും ഇവർ നടപ്പാക്കിയതും തമ്മിൽ ഇവർക്ക് വലിയ ആശയ പ്രശ്നമുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം രാഷ്ട്രീയ ധാർമ്മികതയാണ്. ഇതുകൂടി പറഞ്ഞു കേട്ടേക്കാം.
രണ്ടാമത് രാഷ്ട്രീയ ധാർമ്മികതയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ KCBC അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും മധ്യവിരുദ്ധ സമിതി പറയുന്നതിന് നമുക്ക് മറുപടി കൊടുക്കാം. പക്ഷെ ഈ മുഴുവൻ സംഭവം ചെയ്ത ആൾക്കാർ ഇതൊക്കെ മറന്നുകൊണ്ട് ഇന്ന് ആരോപണം ഉന്നയിക്കുന്ന അടിസ്ഥാനം എന്താ? അത് മദ്യനയം മാത്രമല്ല, PMC പോയി ഒപ്പിട്ടതിന് ശേഷം വന്നിട്ട് പറയാണ് ഞങ്ങൾ ഒപ്പിട്ടു, പക്ഷെ നിങ്ങൾ എന്തിനാണ് നടപ്പാക്കുന്നത്? ഞങ്ങൾ നടപ്പാക്കാതിരിക്കാൻ വേണ്ടി ഒപ്പിട്ടതാണെന്നാണ് ഇവരുടെ ഏറ്റവും വലിയൊരു ആശയ ഞാൻ കൊണ്ടുവരാം. നിതിൻ, ശരിക്കും നിങ്ങൾ തുടങ്ങി വെച്ചതാണെന്നാണ് അവരുടെ ഇപ്പൊ ഒരു ആശ്വാസം. അല്ല, കോൺഗ്രസിന്റെ വക്താവ് അവരുടെ നയത്തിന്റെ കാര്യത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഞങ്ങൾക്കൊരു നയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. കോൺഗ്രസിന് ഈ കാര്യത്തിൽ ഒരു നയമേ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ VD സതീശൻ മുഖ്യമന്ത്രിയായി പിറ്റേ ദിവസം ഒരു കമ്പനിയുടെ ഫയൽ വരുന്നു. ആ ഫയൽ ശരവേഗത്തിലാണ്, ഒരു A4 ഷീറ്റ് വായിച്ചു നോക്കാൻ എടുക്കേണ്ട സമയം പോലും എടുക്കാതെയാണ് അത് ബഡ്ജറ്റ് പ്രപ്പോസലായി മുഖ്യമന്ത്രിയുടെ മുമ്പിലേക്ക് വരുന്നത്. ഏത് കമ്പനിക്ക് വേണ്ടി? ഈ പറയുന്ന RDT എന്ന് പറയുന്ന റെഡി ടു ഡ്രിങ്ക്, ആ സെഗ്മെന്റിൽ വരുന്ന 90% ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ രാജ്യത്തിനകത്ത് 90% മാർക്കറ്റ് ഷെയർ ഉള്ള ഒരു കമ്പനിക്ക് വേണ്ടിയാണ് ഈ നികുതി ഇളവ്. അതെന്തിനാണ് എന്നുള്ളതാണ് ചോദ്യം. ഞങ്ങൾക്ക് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിൽ, ബിയറിന്റെ കാര്യത്തിലും മദ്യനയത്തെ സംബന്ധിച്ചുമെല്ലാം വളരെ കൃത്യമായ നിലപാട് LDF-നുണ്ട്. ആ നിലപാട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചാണ് LDF എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വോട്ട് ചോദിച്ചിട്ടുള്ളത്. ജനം നിരാകരിക്കുന്നതും ജനം ഞങ്ങൾ അംഗീകരിച്ചിട്ടുള്ളതും എല്ലാം അതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ UDF എന്ത് പറഞ്ഞുകൊണ്ടാണ് വന്നത്? തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ന് മുഖ്യമന്ത്രിയായ VD സതീശൻ പറഞ്ഞത് ഇതാ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിന് വേണ്ടി ഇവിടെ ഒരു വലിയ പിന്നാമ്പുറം നടക്കുന്നു, അതിൽ അഴിമതിയുണ്ട് എന്ന് പറഞ്ഞ ആള് മുഖ്യമന്ത്രിയുടെ കസേരയിൽ വന്ന് ഇരുന്ന് മണിക്കൂറുകൾ തികയുന്നതിന് മുമ്പ് അത് നടപ്പിലാക്കുകയാണ്. എന്തിനു വേണ്ടി? അവിടെയാണ് ചോദ്യം. ഒരു കമ്പനിയിൽ നിന്ന് ഒരു കമ്പനിയുടെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി ഈ നികുതി ഇളവിലൂടെ 600 കോടി രൂപയാണ് ഖജനാവിന് നഷ്ടമാകുന്നത്. എന്തു പങ്ക് കിട്ടി എന്നുള്ളതാണ് ചോദ്യം. അഴിമതിയുണ്ട് എന്ന് നികുതി കുറച്ച് ജനങ്ങളെ സഹായിക്കുന്നതാണ് ഇവരുടെ താല്പര്യമെങ്കിൽ പെട്രോളിന് വലിയ വിലക്കയറ്റം ഉണ്ടായപ്പോ അതിന്റെ ഭാഗമായി നികുതി കൂടുതൽ കിട്ടുമായിരുന്നല്ലോ. ഊണിലും ഉറക്കത്തിലും പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് ശ്രീ VD സതീശൻ ചോദിച്ചുകൊണ്ടിരുന്നാണ് എന്തുകൊണ്ട് സർക്കാർ കുറയ്ക്കുന്നില്ല. അപ്പൊ ആകെ സർക്കാരിന് കേരളത്തിൽ ഇടപെടാൻ പറ്റുന്ന 2 മേഖലയുള്ളൂ നികുതിയിൽ. ഒന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ്, മറ്റൊന്ന് മദ്യമാണ്. ആ മദ്യത്തിൽ തനിക്ക് താല്പര്യമുള്ള കമ്പനിക്ക് വേണ്ടി നികുതി ഇളവ് ചെയ്തു കൊടുത്തു. ഇതിൽ അഴിമതിയാണ് പ്രശ്നം. അല്ലാതെ വീര്യം കുറഞ്ഞ മദ്യം വേണോ, ബിയറിന്റെ ഷെയർ എത്രയാണ്, ആൽക്കഹോളിന്റെ പെർസെന്റേജ് എത്രയാണ്, ഇതൊന്നുമല്ല പ്രശ്നം. ഇവിടെ അഴിമതിയാണ് പ്രശ്നം. കേരളത്തിൽ മദ്യം നിരോധിക്കണോ, മദ്യം വേണോ എന്നൊക്കെയുള്ളത് രണ്ടാമത്തെ ഒരു ചോദ്യമാണ്. അത് വേറെ കുറെ കൂടി ഒരു ഉയർന്ന പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. മദ്യം ഇങ്ങനെയാണോ വിൽക്കേണ്ടത്, ഈ രൂപത്തിലാണോ, അത് വേറൊരു നിലയിലാണ്. ഇവിടെയുള്ള പ്രശ്നം എന്താ? താൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞതിൽ നിന്ന് മണിക്കൂറുകൾ കഴിയുമ്പോൾ മുഖ്യമന്ത്രിയാവും മാറുന്നു. ഇതാണ് പഴയ നാടൻ ഭാഷയിൽ ചൊല്ലുള്ളത്, പാലം കടക്കോളം നാരായണ, പാലം കടന്നാലോ കൂരായണ. എന്തറിയോ, നിങ്ങളൊരു തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്നുള്ളത് വെച്ചുകൊണ്ട് സ്വയം നഷ്ടപ്പെടുത്തുന്ന ആരോപണങ്ങൾ കൊണ്ടുവരരുത്. ഒന്ന്, അങ്ങ് പറയാണ് UDF-ന് മദ്യനയം ഉണ്ടോ? 40 ദിവസമായിട്ടുള്ള ഈ ഗവൺമെന്റ് വന്നിട്ട് ഗവൺമെന്റ് ഒരു മദ്യനയം ഉണ്ടാക്കി ഗവൺമെന്റ് അനൗൺസ് ചെയ്യും. സർക്കാർ, ഞാൻ ചോദിക്കട്ടെ, അങ്ങയോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇന്ന് കേരള സംസ്ഥാനത്ത് ഇന്ന് കേരള സംസ്ഥാനത്ത് നിലനിൽക്കുന്ന മദ്യനയം ആരുടെ മദ്യനയമാണ്? കഴിഞ്ഞ സർക്കാർ നിങ്ങൾ ഉണ്ടാക്കിയ മദ്യനയമാണ്. നിങ്ങളുടെ മദ്യനയത്തിൽ നിങ്ങളുടെ മദ്യനയത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, വീര്യം കൂടിയ മദ്യം പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടി വീര്യം കുറഞ്ഞ മദ്യം ഇങ്ങനെ കൊണ്ടുവരുന്നു. നിങ്ങളുടെ മദ്യത്തെ പറഞ്ഞ നിങ്ങൾ ആ നയം ഉപേക്ഷിച്ചോ? ഇല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നയം ഉപേക്ഷിച്ച് പറയാം. അങ്ങ് പറയുന്നു ബക്കാടി ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ് 2021 അഴിമതി ആരോപിച്ചിട്ടുണ്ട്. പറയട്ടെ, ഇത് പറയുമ്പോ അഴിമതി തീർന്നോളും. 2021 MV ഗോവിന്ദൻ ഈ പരാതി ഫോർവേഡ് ചെയ്യുമ്പോ ബക്കാടി അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ബക്കാടി മാത്രമല്ല വേറൊരു കമ്പനി കൂടി ഉണ്ട്. ഒരു കമ്പനി സമാന കമ്പനികൾ അഭിപ്രായങ്ങൾ അപേക്ഷകളെല്ലാം കൂടി ഒരുമിച്ച് പരിഗണിക്കണം. അപ്പൊ പിന്നെ എങ്ങനെയാ ബക്കാടിയുടെ മാത്രമാവുന്ന നീതി? ഇതാണ് പറയുന്നത് സ്വയം അതായത് ബക്കാടി കമ്പനിയുടെ അപേക്ഷ ഇന്നു മുതലല്ല, 2016 മുതൽ ഈ കേരളത്തിൽ സജീവമാണ്. നിങ്ങളല്ലേ പരിഗണിച്ചത്? ഇപ്പോ സതീശൻ പറഞ്ഞ ഒരു മാസത്തിന് മുമ്പ് പറയാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കുന്നതിൽ ഒരു അഴിമതിയുണ്ട്, ഇതിന്റെ പിന്നാമ്പുറ കഥകൾ അറിയാം എന്ന് പറഞ്ഞ സതീശൻ എങ്ങനെ മുഖ്യമന്ത്രിയാകുമ്പോ അവരുടെ UDF-ന്റെ നേതാക്കളെ പോരെ എക്സൈസ് മന്ത്രിയെ പോലും അറിയിക്കാതെ നികുതി നിങ്ങൾ രാഷ്ട്രീയ കാര്യത്തിൽ പറയുമ്പോൾ നമ്മുടെ
മദ്യപന്മാർക്കുള്ള നിലപാട് എന്തായി കരുതി? ഇതേ 30 വർഷമായിട്ട് ഞാൻ സംസാരിച്ചു. നിങ്ങളുടെ ഒരു ചർച്ചയിൽ തന്നെ ഞാൻ ഈ ബ്രീസ് എന്ന് പറയുന്ന സാധനം കൊണ്ട് കാണിച്ചതാണ്. 30 വർഷമായിട്ട് ഇത് ബാംഗ്ലൂരിലൊക്കെ കിട്ടുന്നതാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സാധനമാണ്, കുഴപ്പമില്ല. പിള്ളേർക്ക് ഇത് ഫ്രീ ആയിട്ട് കൊടുത്താണ് ഇവർ തുടങ്ങിയത്. ഇത് ഇന്ത്യയിൽ ഇത് കച്ചവടം തുടങ്ങിയത് ഈ ബ്രക്കാർഡി കമ്പനി തുടങ്ങിയത് ഫ്രീ ആയിട്ട് കൊടുക്കും കോളേജുകളിലൊക്കെ കൊണ്ട് കൊടുത്ത് കുറേശ്ശെ കുടിച്ച് കഴിയുമ്പോൾ അത് അഡിക്റ്റ് ആവും. ഈ ചോക്ലേറ്റ് കഴിക്കുന്നത് തന്നെ അതുപോലെ തന്നെ അഡിക്റ്റ് ആവും. ഇതിനകത്ത് ഈ രാഷ്ട്രീയം കൊണ്ടുവരായിരുന്നാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടുത്തെ മദ്യത്തിൽ ഇപ്പൊ ഇവർ തമ്മിൽ ആദ്യം സംസാരിച്ച മുഴുവൻ രാഷ്ട്രീയമാണ്, അഴിമതിയാണോ അല്ലയോ എന്നുള്ളതാണ്. അല്ല, രാഷ്ട്രീയം മാത്രമല്ലല്ലോ ഇത്, അങ്ങനെ അങ്ങ് പറഞ്ഞു പോവല്ലേ. മദ്യം ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചോളം രാഷ്ട്രീയം മാത്രമാകുന്നത് അല്ല. ഞാൻ പറയാം, മദ്യനയം എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക നയം മാത്രമല്ല, അതൊരു സാമൂഹിക നയം കൂടിയാണ്. സാർ ആദ്യം പറയട്ടെ, ഇവിടെ ഞാൻ പറയട്ടെ, ഇവർക്കുള്ള മറുപടി എല്ലാം കൂടി ചേർത്ത് ഞാൻ പറയട്ടെ. 2014 ഉമ്മൻചാണ്ടി സർക്കാർ മദ്യനിരോധനം കൊണ്ടുവരണമെന്ന് പറഞ്ഞ് പറയുന്ന കേൾക്കൂ. 14 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ലൈസൻസുകൾ അനുവദിക്കുന്നത് ഉൾപ്പെടെ ചില ചിട്ടകൾ വരുത്തി, നിഷ്കർഷകൾ വരുത്തി, അല്ലേ രാജു പി നായർ? ഇതിനെതിരെ മദ്യനിരോധനത്തിനെതിരെ സംഘടിക്കണമെന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ, നമ്മുടെ മുൻ സർക്കാർ. അതിനുശേഷം 2016 ശ്രീ പിണറായി വിജയൻ സാർ അധികാരത്തിൽ വരുമ്പോഴാണ് 3 സ്റ്റാർ ഹോട്ടലുകൾക്കുൾപ്പെടെ കേൾക്കൂ, 3 സ്റ്റാർ ബാർ ലൈസൻസ് വളരെ ഞാൻ പറയുന്നത് കേൾക്കൂ, ഞാൻ പറയുന്നത് വളരെ ഒരു നിഷ്കർഷയും കൂടാതെ 3 സ്റ്റാർ ഹോട്ടലുകൾക്ക് ഉൾപ്പെടെ ബാർ ലൈസൻസുകൾ അനുവദിച്ചു കൊടുത്തുകൊണ്ട് പാലക്കാട് നടന്ന ബ്രൂവറി വിപ്ലവം ഉൾപ്പെടെ നമുക്കറിയാം, അല്ലെ? അവർ കൊണ്ടുവന്ന നയം. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ പറഞ്ഞത് എന്താണ്? നിയമസഭയ്ക്കകത്തും പുറത്തും പറഞ്ഞു ഇത് അഴിമതിയാണ്. പിണറായി വിജയൻ സർക്കാരിന്റെ ഈ മദ്യനയത്തിനെതിരെ പറഞ്ഞു ഇത് അഴിമതിയാണ്, കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയിട്ടുണ്ട്, ഇത് പിൻവലിക്കണം, ഇതിവിടെ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ആ VD സതീശൻ തന്നെ ഇന്ന് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ശ്രീ പിണറായി വിജയൻ കൊണ്ടുവന്ന അതേ നയം മാറ്റമില്ലാതെ കൊണ്ടുവരികയാണ്. ആകെ എന്താ പറഞ്ഞിരിക്കുന്നത്? 0.5%. ഞാൻ പറയാം, ഞാൻ പറയട്ടെ, വീര്യം കുറഞ്ഞ മദ്യം എന്ന് നിങ്ങൾ പറയുന്നു. ഇവിടെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഹെൽത്ത് ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി നിങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഇത് യുവാക്കൾക്ക് ഞാൻ പറയാം, 2020-21 മുതൽ 25 വരെയുള്ള മദ്യത്തിന്റെ വിൽപ്പനയുടെ കണക്കെടുത്താൽ 11,744 കോടി രൂപ. 20-21 കാലഘട്ടത്തിൽ 25 ഞാൻ പറയട്ടെ, ഈ നാട്ടിലെ ഈ കേരളത്തിലെ യുവത എന്ന് പറയുന്ന യൂത്ത് എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തെ കള്ളിലും മദ്യത്തിലും മുക്കിക്കടത്തി ഇവിടുത്തെ പൂച്ച പറ്റി കിടക്കുന്ന ഖജനാവ് നിറയ്ക്കാമെന്നാണ്. ഉമ്മൻചാണ്ടി ഭരണം കഴിയുമ്പോഴത്തേക്ക് 732 അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ 732 ബാർ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ബാർ നിർത്തേണ്ടി വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ചാണ്. കാരണം അതിന്റെ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യാത്ത ബാറുകൾ നിർത്തിയതാണ്. അത് ഉമ്മൻചാണ്ടിയുടെ പോളിസിയുടെ പ്രശ്നമല്ല. 732 ബാർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കോടതി തന്നെയാണ് പറഞ്ഞത് ഇന്ന മാനദണ്ഡങ്ങൾ പാലിച്ച് ബാർ 732 ബാർ ഉണ്ടായിരുന്നു. മദ്യം വേണം ഈ ഉദയവാന കമ്മീഷനൊക്കെ കൊണ്ടുവന്ന ആരും മദ്യനിരോധനം വീര്യം കുറഞ്ഞ മദ്യം വേണോ വേണ്ടെന്നുള്ളതാണ്. അതിന്റെ പേരിൽ പ്രശ്നമാണ്. വീര്യം കുറഞ്ഞ മദ്യം എന്ന് പറയുന്നത് പലരും ചർച്ച ചെയ്യപ്പെടുന്നത് അതിന്റെ നികുതി കുറച്ചോ അത് കുറയ്ക്കേണ്ടായിരുന്നു എന്നാണ്. പക്ഷെ വീര്യം കുറഞ്ഞ മദ്യം എന്നുള്ള ഒരു പുതിയ കാറ്റഗറി, ഒരു പുതിയ നയമായി UDF ഗവൺമെന്റ് കൊണ്ടുവരാണ്. LDFന്റെ നയമാണ് ഞങ്ങൾ തുടരുന്നു പറഞ്ഞാൽ അതൊരു കൊഞ്ഞനം കുത്തലാണ്. LDFന്റെ നയം കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല UDF അധികാരത്തിലേറിയത്. അപ്പൊ UDF കൊണ്ടുവരേണ്ട നയം തികച്ചും വ്യത്യസ്തമാണ്. വീര്യം കുറഞ്ഞ മദ്യം എന്ന് പറയുന്നത് സ്പിരിറ്റ് തന്നെ കലക്കി കൊടുക്കലാണ്, അല്ലാതെ മറ്റൊരു പ്രസാദം ഒന്നും പറയല്ലോ. വീര്യം കുറഞ്ഞ മദ്യം വെറും 4.8 ആൽക്കഹോൾ കണ്ടന്റ് അതിനകത്തുള്ളൂ. വീര്യം കുറഞ്ഞ വളരെ കുറവാണ്. നമ്മൾ ശതമാന കണക്ക് പറയും. ഇപ്പൊ ഒരു 40% ആൽക്കഹോൾ കോൺസെൻട്രേഷൻ ഉള്ള ഒരു വിസ്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ 30 ml എന്ന് പറയുന്ന അതിനകത്തിൽ ഏകദേശം 10 ഗ്രാമോളം ആൽക്കഹോൾ ഉണ്ട്.
നേരെ മറിച്ച് 5% ഒരു ബിയർ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു 330 ml എടുത്താൽ അതിനകത്ത് 13 ഗ്രാം ഉണ്ട്. അതേപോലെ 150 ml വൈന്, അതിന് നമ്മൾ എപ്പോഴും പറയുന്ന അതിനകത്ത് ഒരു 12% ആൽക്കഹോളേ ഉള്ളെന്നാ. പക്ഷേ ഈ 150 ml വൈൻ എന്ന് പറയുന്നതിനകത്ത് അതിന് ശരിക്കും പറഞ്ഞാൽ 14 ഗ്രാം ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു പെഗ് വിസ്കിയുടെനെക്കാട്ടിലും നമ്മളിപ്പോൾ ഒരു 150 എന്നുള്ളത് 150 ഇത്രയും ചെറിയൊരു ഗ്ലാസ്സാണ്. ഒരു 2 ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടിക്ക് 26 ഗ്രാം ആൽക്കഹോൾ ആണ് ശരീരത്തിൽ ചെല്ലുന്നത്. അപ്പൊ നമ്മൾ വീര്യം കുറഞ്ഞ മദ്യം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് എത്രയാണ് കൺസ്യൂം ചെയ്യുന്നത് അതനുസരിച്ചിട്ടാണ് ശരീരത്തിനും മനസ്സിനും അത് കേടുണ്ടാക്കുന്നത്. ഇത് അഴിമതിയും ഇതുമെല്ലാം മാറ്റി നിർത്തുക. ടൂറിസം എന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ കേരളത്തിലുണ്ട്. ഒരു 12.5 GDP ഉണ്ടായിരുന്ന ടൂറിസം ഇപ്പൊ 10ലേക്ക് മാറിപ്പോയിരിക്കുകയാണ്. അത് നമുക്ക് തളർച്ചയുണ്ടോ? തളർച്ചയുണ്ട്. ഇപ്പോൾ പല റീസൺസ് ഉണ്ട്. അത് മദ്യമാണോ അതിന് കാരണം? അല്ലല്ല, മദ്യം എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ടൂറിസത്തിന് ഇതൊക്കെ ആവശ്യമാണ് സാർ. കാരണം ഈ ഇപ്പൊ പറയുന്ന ബെക്കാഡി ബ്രീസർ ഇന്ത്യ മുഴുവൻ അവൈലബിൾ ആണ്. എന്തിനാ നമുക്ക് ഈ കേരളത്തിൽ ഒന്നും പാടില്ല? ആ ഒരു നയം ശരിയല്ലല്ലോ. ഈ ആൽക്കഹോൾ കണ്ടന്റ് കുറഞ്ഞ മദ്യം ഇവിടെ വരട്ടെ വന്ന് എന്താ സംഭവിക്കാൻ പോണത്? ഒരു ഞാൻ പറയട്ടെ, കൂടുതൽ സ്ട്രോങ് മദ്യം കഴിക്കുന്നവര് അതിലേക്ക് മാറുകയാണെങ്കിൽ ഹെൽത്തിന് അത്രയും നല്ലതല്ലേ? അല്ല, അതില് മദ്യത്തിൽ ബിയറിലാണോ കൂടുതൽ മറ്റേ പെഗ്ഗുകളാണോ കുറവ് എന്നൊക്കെ വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. ഞാൻ പറഞ്ഞൊരു കാര്യം, അതല്ല മാഡം പറഞ്ഞൊരു വിയോജിപ്പുള്ളത്, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മദ്യനിരോധനത്തിനായിട്ടാണ് ബാറുകൾ മുഴുവൻ അടച്ചതെന്ന് പറഞ്ഞ് ശ്രീ രാജു പി നായർ അതിനെ ശരിവയ്ക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ സർക്കാരിന്റെ കാലത്ത് UDF അത് നിരോധിക്കാൻ തയ്യാറാണോ? എല്ലാ ബാറുകളും അടച്ചുപൂട്ടാൻ ഈ സർക്കാരിന്റെ UDF മദ്യനയത്തിന്റെ ഭാഗമായി നിങ്ങൾ തീരുമാനിക്കുകയോ? ഉമ്മൻചാണ്ടി ചെയ്തതാണ് ശരിയെങ്കിൽ ഞങ്ങൾ ചെയ്തത് തെറ്റാണ് എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ നിങ്ങൾ അതിന് തയ്യാറാകുമോ? അഭിപ്രായം കൂടെ ഒരു മദ്യനയം രൂപീകരിക്കുമ്പോ എല്ലാവരുമായി ചർച്ച ചെയ്ത് ഘടകകക്ഷികളുമായി ചർച്ച ചെയ്ത് UDF നയം പ്രഖ്യാപിക്കും. ഇത് ഏത് നൂറ്റാണ്ടിൽ നിന്നാണ് സംസാരിക്കുന്നത് എന്നുള്ളൊരു വിചിന്തനം നടത്തേണ്ടത് ആവശ്യകതയാണ്. കാരണം എന്ന് പറഞ്ഞാല് ഇതിപ്പോ നമ്മുടെ ചർച്ച മദ്യം വേണോ വേണ്ടയോ എന്നല്ലല്ലോ. VD സതീശൻ പുതിയ സർക്കാർ അവതരിപ്പിക്കുന്ന പുതിയ ധനബില്ലില് ലോ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള മദ്യം പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളൊരു നയമാണ് അവർ എടുത്തിരിക്കുന്നത്. സാർ ഞാൻ അനുവദിക്കൂ. 2019 അഗ്രികൾച്ചറൽ ഒരു പോയിന്റ് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ സംസാരിച്ചോളൂ. ഐ എം ഓൺ യുവർ സൈഡ്. ഇത് VD സതീശൻ ഉണ്ടാക്കിയ പുതിയ നയമല്ല. കേക്കൂ, CPM ഉണ്ടായിരുന്ന ഗവൺമെന്റ് ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന മദ്യനയമാണ്. അതിൽ ഒരു ടാക്സ് പ്രപ്പോസൽ മാത്രമാണ്. നമ്മൾ പറയുമ്പോ ലക്ഷക്കണക്കിന് ആൾക്കാർ കേൾക്കുന്നതാണ്. അതുകൊണ്ട് ഞാനൊരു സാധനം ക്ലാരിറ്റി പറഞ്ഞു. ഇത് നയമല്ല, ഇതൊരു ടാക്സ് പ്രപ്പോസൽ അംഗീകരിക്കുന്ന അതൊരു നയമല്ല. ഖജനാവ് 5.07 lakh crores ആണ് റവന്യൂ ഡെഫിസിറ്റ് 2025-26. ഈ റവന്യൂ എല്ലാം കൂടെ എവിടുന്ന് കിട്ടുമെന്നാണ്? അല്ല, അതൊക്കെ ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. നമുക്ക് ആകെയുള്ളത് ലോട്ടറി. ഞങ്ങളെ പോലുള്ള എന്റെ ഒരു അഭിപ്രായം പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സാറിനോട് സംസാരിക്കുമ്പോ ഞാൻ പറഞ്ഞ, സാറേ മൊത്തം കഞ്ചാവാ, മെഡിക്കൽ കോളേജ് മൊത്തം കഞ്ചാവ്. മോളെ കഞ്ചാവൊന്നും ഇല്ലല്ലോ ഒന്ന്. കഞ്ചാവില്ലേ മോളെ ഇപ്പൊ മൊത്തം എമ്മാന്ന് MDMA ആണോ ലോ ആൽക്കഹോൾ ഈ സാധനമാണോ നല്ലേ? ഇത് ഹോർട്ടികോർപ്പിന്റെ പദ്ധതി പ്രകാരം അവര് സ്റ്റഡിയാണ്. അപ്പൊ ലൈക്ക് മാംഗോ, ജാക്ക് ഫ്രൂട്ട് ഇതെന്നൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇത് ബേസിക്കലി കർഷകർക്ക് ഒരു സപ്പോർട്ടാണ്. നമുക്ക് അങ്ങനത്തെ ഒരു അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ വൈൻ അടിക്കുന്ന ആളാണ്. അനുകൂലിക്കും. ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് കുറച്ച് ലഹരിക്ക് ആയിക്കോട്ടെ.
അങ്ങനല്ല വീര്യം കുറഞ്ഞ സാറേ കുറച്ച് വൈകി ഇതിന്റെ മതാണ് ഈ ടാക്സ് കുറയ്ക്കുമ്പോ ഈ ഉണ്ടാകുന്ന പ്രശ്നത്തിൽ മാത്രം ഒന്ന് മദ്യം ഒഴിക്കാൻ ഇവരല്ലേ ശ്രമിക്കുന്നത്. ഈ വിഷയത്തിൽ മാത്രം ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ യഥാർത്ഥത്തിൽ വീര്യം കുറഞ്ഞ മദ്യം ടാക്സ് കുറച്ച് നൽകേണ്ടത് വളരെ 10 വർഷങ്ങൾക്ക് മുമ്പേ നടപ്പാക്കേണ്ട ഒരു നയമാണ്. നമ്മൾ ഭയങ്കര പുറകിലോട്ടാണ്. നമ്മൾ ഇപ്പൊ ഇനിഷ്യലായിട്ട് സാർ ഇനിഷ്യലായിട്ട് ഒരാൾ മദ്യപിക്കാൻ ചെല്ലുന്നയാൾ 42 ഡിഗ്രി അധികമായിട്ടുള്ള പ്രൂഫുള്ള മദ്യം അടിച്ച് ആദ്യം തന്നെ അവൻ വളരെ മോശപ്പെട്ട അവസ്ഥയിൽ ഹെൽത്തിലാവും. അതിനുശേഷം അവൻ 42 ഡിഗ്രിക്ക് അപ്പുറത്തേക്ക് പോകുന്ന എന്തിനാന്ന് വെച്ചാൽ ഡ്രഗ്സിലേക്കാണ്. അതേസമയം ആദ്യമായിട്ട് ഒരാൾ വന്ന് മദ്യപിച്ചാൽ അയാൾ 4-5 ഡിഗ്രി പ്രൂഫുള്ള മദ്യം കഴിക്കുന്നതാണ് തീർച്ചയായിട്ടും നല്ലത്. അതാണ് ഹെൽത്തി ആയിട്ടുള്ള അബ്കാരി നയം. അതിവിടെ നടപ്പാക്കേണ്ടതാണ്. സാറേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. സാറേ എനിക്കൊരു കാര്യം ഒറ്റ കാര്യം ഇവിടെ ഇത് പറയേണ്ട ആവശ്യമാണ്. കാരണം ടാക്സ് കുറയ്ക്കേണ്ട ആവശ്യം എന്ന് വെച്ചാൽ നല്ല ഫുഡ് കഴിക്കുന്ന ഒരാൾ ലഘുഭക്ഷണം കഴിച്ചാൽ അയാളുടെ വലിയ പൈസ എടുക്കുമോ? ചെറിയ രീതിയിൽ കഴിക്കുന്ന ആൾക്ക് ചെറിയ ടാക്സും ചെറിയ വിലയും തീർച്ചയായിട്ടും അത് നടപ്പാക്കണം. ടൂറിസം അത് പിന്നെ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്. അതായത് വീട്ടിൽ എല്ലാ വർഷവും വൈൻ ഉണ്ടാക്കും, മുന്തിരിന്ന് വൈൻ ഉണ്ടാക്കും, ചാമ്പയ്ക്ക അത് ഇത് നമ്മള് വീട്ടിൽ കുടിക്കും. അപ്പൊ നമ്മള് റിലേറ്റീവ്സിനൊക്കെ കൊടുക്കും. അതായത് ഒരു സന്തോഷത്തിന്റെ പുറത്ത് ചെയ്യുന്നതാണ്. അല്ലാണ്ട് നിങ്ങൾ പറയുന്നത് മദ്യം നിരോധിക്കണോ വേണ്ടതാണ് ആ ചോദ്യം അർത്ഥശൂന്യാണ്. നിങ്ങളൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? താങ്കൾക്ക് ഒരു അഡ്വൈസ് പറയൂ. വയലുണ്ടാക്കാനൊന്നും അനുവദിച്ചിട്ടില്ല കേട്ടോ. കേട്ട് കഴിഞ്ഞാൽ സാറേ ഞങ്ങൾ വീട്ടിലുണ്ടാക്കും, ഞങ്ങൾ കുടിക്കും. ഞാൻ ഉണ്ടാക്കും. ഞങ്ങൾ 22 ഡിസ്റ്റിലറി ഇദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ സമുദായത്തിനുണ്ട് 22 ഡിസ്റ്റിലറി ലൈസൻസ് ഉണ്ട്. അതായത് 0.5 അതിൽ കൂടുതൽ 4% വരെ ആൽക്കഹോളുള്ള വൈൻ ഉണ്ടാക്കുന്നു. 2 ലൈസൻസ് ലേഡീസിന്റെ പേരിലാണ്. അല്ല, പീൽപോസിയുടെ പറയുന്നത് തെറ്റാണ്. ഈ മാസിന് ഉപയോഗിക്കുന്ന വീഞ്ഞ് എന്ന് പറയുന്നത് കേട്ടോളൂ. ആൽക്കഹോൾ കണ്ടന്റ് എത്രയാണ്? പീൽപോസിയേട്ടാ നമ്മൾ പല ചർച്ചകളും കണ്ടന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 14% വരെ അല്ല കുഞ്ഞാടായിട്ടിരിക്കും. പീലിപ്പോസിയോടൻ അടിക്കുന്ന പോലെയുള്ള മദ്യം അടിക്കുന്ന വേദിയല്ല അൽത്താര. അവിടെ നമ്മൾ ഈ ചെവിത്തോണ്ടി പോലുള്ള സ്ഥലത്ത് ഒരു സാധനം ഉപയോഗിച്ച് ജസ്റ്റ് ഒരു ചെറിയ സംഭവം എടുത്ത് ഒഴിക്കുന്നതേ ഉള്ളൂ. അല്ലാതെ ബാറിന്റെ കുപ്പി വെച്ചുള്ള ഓപ്പറേഷൻ അല്ലത്. അതുകൊണ്ട് ആൽക്കഹോളിന്റെ കണ്ടന്റ് കുറവുള്ള സമയത്ത് ഞാൻ കുടിച്ചു നോക്കിയിട്ടുണ്ട്. വീട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെ. അതായത് ലഹരി ഉണ്ട്, അതിന് ലഹരി ഉണ്ട്. അത് കുടിക്കാൻ കിട്ടുകയല്ല. ഞാൻ കുടിച്ചിട്ടുണ്ടെന്നാ പറയാ. കുടിക്കാൻ കിട്ടോ ഇല്ലയോ എന്നല്ല, ഞാൻ കുടിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഉപയോഗിക്കുന്ന വീഞ്ഞ് മറ്റൊരാൾക്കും കിട്ടൂല. അത് അരമനയിൽ നിന്ന് പ്രത്യേക ലൈസൻസ് ഉള്ള ഇടവകയിൽ നിന്നുള്ള വികാരിയുടെ കത്തായിട്ട് വന്നോളൂ. കിട്ടിയിട്ട് നിങ്ങൾ അത് ഏതെങ്കിലും എവിടുന്നാ വാങ്ങുന്നതല്ല എനിക്കറിയാം. നമുക്കൂടെ ഒരു ഉപായം പറയാം. ഞാനൊരു ഉപായം പറയാം. വീര്യം കുറഞ്ഞ മദ്യമാണല്ലോ. ഞാനൊരു ഉപായം പറയാം. പ്ലീസ്, ഞാനൊരു ഉപായം പറയാം. വീര്യം കുറഞ്ഞ മദ്യമാണല്ലോ ആവശ്യം. അതുകൊണ്ട് നമുക്ക് 900-ലധികം ബാറുകളൂടെ ഉണ്ട്. 300-ഓളം ബെബ്കോ കൗൺസിൽ ഔട്ട്ലെറ്റിലുണ്ട്. അപ്പൊ അതിന്റെ വീര്യം കുറച്ചാ പോരെ? വീര്യം കുറഞ്ഞ ആവശ്യമെങ്കിൽ എന്തിന്? അത് സാർ പറയുന്നത് തെറ്റാണത്. ഇല്ലേ, വീര്യം കുറഞ്ഞ മദ്യം ഉത്പാദിക്കുമ്പോൾ നികുതി കുറയുന്ന പറയണത്. മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ ഈ ബെക്കാഡി ബ്രീസറിന് 110-120 രൂപ ഉള്ളൂ. ഇവിടുത്തെ നികുതി വെച്ച് നോക്കുമ്പോൾ 200 രൂപ വരുന്നുണ്ട്. ഒരു നഷ്ടവും ഗവൺമെന്റ് ഉണ്ടാവുന്നില്ല. ഗവൺമെന്റ് റവന്യൂ ഉണ്ടാവുള്ളൂ. ബെക്കാഡി ബ്രീസർ വേണം. ആക്ച്വലി എന്താ വെച്ചാല് ഞാനിപ്പോ ഒരു ബൊട്ടീക്ക് ഓണറാണ്. അപ്പൊ ഇടയ്ക്ക് എനിക്ക് വർക്കിന്റെ ഒരു സ്ട്രെസ് ഒക്കെ വരുമ്പോഴേക്കും ചിലത് ഞാൻ ചെറുതായിട്ട് അടിക്കാറുണ്ട്. സോഷ്യൽ ഡ്രിങ്കിങ് ആണ്. പിന്നെ ചില സമയത്ത് ഹസ്ബൻഡ് വീട്ടിൽ വരുമ്പോഴേക്കും അങ്ങനെ ഞങ്ങളൊന്ന് കൂടാറുണ്ട്. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ എന്ന് പറയുമ്പോഴേക്കും ഞാൻ ഈ വീര്യം കുറഞ്ഞതെന്ന് പറയുമ്പോ അഭിമാനത്തോടൊന്ന് ചിരിച്ചു. കാര്യം എന്താ അറിയോ, പഠിക്കൽ ആദ്യകാലത്ത് നമ്മുടെ ടോക്ക് ഷോയിൽ വരുമ്പോ ഇങ്ങനെ പറയുന്നവരുടെ എണ്ണം കുറവായിരുന്നു. അതാണ് പഠിക്കൽ. ഇപ്പൊ അത് കോമൺ ആണ്. ലേഡീസ് ഇപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറെ പേര് ഉപയോഗിക്കുന്നുണ്ട്. അത് വീര്യം കുറഞ്ഞതോ കൂടിയതോ? എന്റെ അഭിപ്രായത്തില് വീര്യം കൂടിയതാണ്. കാരണം എന്താ വെച്ചാൽ അതാവുമ്പോഴേക്കും നമ്മളൊരു 1-2 സെറ്റ് ആവും. പക്ഷെ ഇതാവുമ്പോഴേക്കും നമ്മള് അങ്ങോട്ട് കൂടുതൽ ഉപയോഗിക്കാൻ നിർബന്ധിതമാവും. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരുവിധം എല്ലാ ഈ ബാറുകളിലാണെങ്കിലും ഈ മദ്യം ഔട്ട്ലെറ്റുകളിലൊക്കെ ആണെങ്കിലും ഒരു ഏജ് ലിമിറ്റ് ഉണ്ട് നമുക്ക് മദ്യം കൊടുക്കുന്നതിന്. പക്ഷെ അത് മേ ബി കുറെ പേർക്കൊക്കെ അത് കിട്ടുന്നുണ്ടാവാം, ആ ഏജ് ലിമിറ്റിന് താഴെയുള്ളവർക്ക്. പക്ഷെ ഇതിപ്പോ ഈ ഒരു വീര്യം കുറഞ്ഞതെന്ന് വരുമ്പോഴേക്കും ഇനി അതുങ്ങളുടെ ഏജ് ലിമിറ്റ് ചിലപ്പോൾ താഴാനും സാധ്യതയുണ്ട്. അത് ഈസിലി അവൈലബിൾ ആവാനും സാധ്യതയുണ്ട്. അതെ,
അപ്പൊ അതാണ് എന്റെ ഒരു കൺസേൺ. സർ വീര്യം കുറഞ്ഞ എത്രയോ വർഷങ്ങൾക്ക് മുന്നിലാണ് നമ്മള്. ഞാൻ വരാം. എക്സൈസ് കമ്മീഷൻ പറഞ്ഞേ വീര്യം കുറഞ്ഞ മദ്യം വെച്ച് തുടങ്ങിക്കോട്ടെ എന്ന്. ഇത് മദ്യപാന നഴ്സറിയാണ്. വീര്യം കുറഞ്ഞ മദ്യം വെച്ച് തുടങ്ങിയാൽ അദ്ദേഹത്തിന്റെ തലച്ചോറിൽ തിക്ക് എന്ന് പറയുന്ന ഒരു രാസവസ്തു പെർഫോം ചെയ്യുന്നുണ്ട്. അത് പുതിയ തലമുറയിൽ ഡോപ്പാമിൻ എന്ന് പറയുന്ന വസ്തുവാണ്. വീര്യം കുറഞ്ഞ മദ്യം കഴിച്ചു കഴിയുമ്പോ അതേ തോതിൽ വീണ്ടും മദ്യം കഴിച്ചാൽ നേരത്തെ കിട്ടിയ ആനന്ദം കിട്ടൂല. അപ്പൊ വീര്യം കൂട്ടി വരും. അപ്പൊ വീര്യം കുറഞ്ഞ മദ്യം എന്ന് പറയുന്നത് വീര്യം കൂട്ടിയ മദ്യത്തിലേക്കുള്ള ഒരു പ്രവേശനം. അല്ല ഒരു കാര്യം പറയണ്ട, അവിടെ ഈ 42 ഡിഗ്രി ഉള്ള ഒരാൾ അടുത്തേക്ക് പോകുന്നത് എവിടെയാണ്? MDMA-യിലേക്കാണ് പോകുന്നത്. സാറ് പറയുന്നത് നമ്മുടെ ലോകത്തെ 11 രാജ്യങ്ങളിൽ കഞ്ചാവ് നിയമവിധേയമാണ്. ഇവിടെയും കേരളത്തിൽ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ലൈറ്റ് ആയിട്ടുള്ള കഞ്ചാവ് അടിക്കട്ടെ എന്ന്. MDMA കൂടിയതായതുകൊണ്ട് കഞ്ചാവ് അടിക്കട്ടെ എന്ന് സാറ് പറയോ? കഞ്ചാവ് മദ്യം വീര്യം കുറഞ്ഞതാണെങ്കിലും വീര്യം കൂടിയതാണെങ്കിലും ബോഡി അത് ഹാൻഡിൽ ചെയ്യുന്നത് ആൽക്കഹോൾ എന്നുള്ള ഒറ്റ ഹെഡിങ്ങിലാണ്. ബോഡിക്ക് അത് ആൽക്കഹോൾ ആണ്. അതില് ബോഡിയെ നമ്മൾ ഹാംഫുൾ ആക്കുന്നുള്ളത് കൊണ്ടാണല്ലോ ഈ മെഡിക്കൽ പെർസ്പെക്റ്റീവ് അതിൽ വരുന്നത്. അപ്പോൾ അതിലെ ക്വാണ്ടിറ്റി ടോട്ടൽ എത്ര ഗ്രാം ആൽക്കഹോൾ ചെല്ലുന്നതനുസരിച്ചിട്ടും നമ്മളുടെ അണ്ടർലൈങ് ഹെൽത്ത് അനുസരിച്ചിട്ടുമാണ് ഓരോ വ്യക്തിക്കും അത് ഹാംഫുൾ ആയി മാറുന്നത്. അപ്പോൾ ഈ വീര്യം കുറഞ്ഞ ആൽക്കഹോളിൽ ഇപ്പൊ അവര് പറഞ്ഞു അതിന്റെ കൂടുതൽ ക്വാണ്ടിറ്റി വേണ്ടി വരും എന്നുള്ളത്. അപ്പോൾ അതായത് നമ്മൾക്കൊരു പ്രത്യേക അനുഭവത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ വീര്യം കൂടിയ ആൽക്കഹോൾ കഴിക്കുന്നതും വീര്യം കുറഞ്ഞ ആൽക്കഹോൾ കഴിക്കുമ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി വേണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതും ഏത് ലെവലിൽ എത്തുന്നതനുസരിച്ച് നമ്മൾ എത്ര ആൽക്കഹോൾ കഴിക്കുന്നതോടെ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ ഈ ആൽക്കഹോൾ എത്രയൊക്കെ ആണെങ്കിലും അത് ബോഡിക്ക് ഹാംഫുൾ ആയ കാര്യം തന്നെയാണ്. എന്നോട് വീര്യം കൂടിയ ആൽക്കഹോള് ഞാൻ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നത്. ഞാൻ മദ്യപന്മാരുടെ ഒരു വക്താവായിട്ടാണ് ഇരിക്കുന്നത്. കൂടിയ മദ്യം തന്നെ വേണം. കാരണം എന്താ വെച്ചാൽ ജീവിതം പാഴായി പോയല്ലോ. ഒരു പെഗ് അടിച്ച് ഫിറ്റ് ആകാമല്ലോ. അതാണ് എന്റെ ഒരു പോളിസി. അതാണ് അതുപോലെ ക്വാളിറ്റി ഉള്ള മദ്യം. ഞാൻ വിദേശ രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും പോയിട്ടുണ്ട്. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വെരി പുവർ ആണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇവിടെ ശരിക്കും നമ്മൾ അടപ്പിൽ പിടിച്ച് ആട്ടിയാൽ ആടുന്ന ടൈപ്പ് പാക്കിങ്ങും ആ രീതിയിലുള്ള മദ്യ കുപ്പികളുമാണ്. സാധാരണ കൂലിപ്പണിക്കാര് സാധനം ഇത് തന്നെ. അതേ ക്വാളിറ്റി 300 രൂപ മുതലുണ്ട്. ഒരു ക്വാളിറ്റി ഇല്ല. ഒരു ക്വാളിറ്റി ഇല്ലാതെ കൊണ്ട് കൊടുക്കുന്ന മദ്യം കംപ്ലീറ്റ് നിരോധിക്കുക. ക്വാളിറ്റി ഉള്ള മദ്യം കൊടുക്കുക. അത് വളരെ മിനിമം ആയിട്ട് യൂസ് ചെയ്യാനായിട്ട്. അതായത് വീര്യം കുറഞ്ഞ മദ്യം കുടിച്ച് വീര്യം കൂടിയ മദ്യത്തിലേക്കുള്ള ഒരു യാത്ര തുടങ്ങുന്നെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ തുടങ്ങാനുള്ള സാധ്യത തീരെ കുറവാണ്. അങ്ങനെ ഉണ്ടാവും. കാര്യം എന്ന് വെച്ചാല് വീര്യം കുറഞ്ഞ മദ്യം ഉപയോഗിച്ചാൽ അതൊരു ഗേറ്റ് വേ ഓഫ് ഡ്രഗ് ആകാൻ സാധ്യതയുണ്ട്. അതായത് ഒരു വാതിലായി അതൊരു ഗേറ്റ് ആയി പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. ആ വീര്യം കുറഞ്ഞതിൽ നിന്നാണ് പിന്നെ കൂടുതലിലേക്ക് പോകുന്നത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വീര്യം കുറഞ്ഞു എന്ന് കാണുമ്പോൾ ഒരു കുറഞ്ഞ വിഭാഗം ആൾക്കാരെങ്കിലും ഭയം കൊണ്ടാണ് മദ്യം തൊടാത്തത്. കാരണം മദ്യം തൊട്ടാൽ പ്രശ്നം വരും, ക്യാൻസർ വരും. ആ ഭയം മാറും. കാരണം വീര്യം പറഞ്ഞോട്ടെ. വീര്യം കുറഞ്ഞു കഴിഞ്ഞാലുള്ള കുഴപ്പം എന്നറിയാമോ? ഒരുപാട് പേര് ഇതിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. കടന്നു വരാൻ ഞാൻ കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജ് വിദ്യാർത്ഥിനിയാണ്. മെഡിക്കൽ കോളേജ് ഒക്കെ അടുത്താണ്. നമ്മൾ നമുക്ക് എല്ലാവരും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കഞ്ചാവ്. ഇപ്പൊ കഞ്ചാവൊന്നും ഇല്ല, മദ്യവും ഇല്ല, കഞ്ചാവും ഇല്ല. ഡയറക്റ്റ് MDMA ആണ്. ഇതിനാണ് എഫക്ട് കൂടുതലേ. അപ്പം ഡയറക്റ്റ് MDMA-ക്കാണ് എഫക്ട്. നിങ്ങളെ പോലുള്ള പൊളിറ്റീഷ്യൻസ് ഞാൻ വളരെ ഫ്രണ്ട്ലി ആയിട്ട് പറയാം. കോഴിക്കോട് ആണല്ലോ, കോഴിക്കോട് കുതിരവട്ടം അറിയാവട്ടം. അവിടെ ഒന്ന് പോണം. അവിടെ എൻ്റെ ചേട്ടന്റെ മോള് ഇന്റേൺഷിപ്പ്, സൈക്കോളജിസ്റ്റ് ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട്. അവള് വിളിച്ചപ്പോ പറഞ്ഞതാണ് നാൻസിയുടെ ഒക്കെ പ്രായമുള്ള കുട്ടികൾ അവിടെ ഡ്രഗ്സ് അഡിക്റ്റ് ആയിട്ട് തുടങ്ങിയത്. ഞാൻ പറയട്ടെ ചേട്ടാ,
ഞാൻ പറയട്ടെ ഒരു നിയമം അല്ല, നിങ്ങൾ ഈ പറയുന്നതൊന്നും അല്ലല്ല അല്ല ചേട്ടാ, ഞാൻ പറയട്ടെ, ഞാനൊരു അമ്മയാണ്, ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന, രാഷ്ട്രീയത്തിലായാലും പൊതുമേഖലയിലും പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയാണ്. ഇവിടെ വീഴുന്ന കുടുംബങ്ങളിലെ കണ്ണുനീര് കാണുന്ന ആളാണ്. നിങ്ങൾ കടവന്ത്ര കൊച്ചിയിൽ വാ, ഡ്രഗ്സ് അടിച്ച് ചുറ്റുന്ന പിള്ളേരെ ഞാൻ എന്റെ വിഷമം അല്ല ശ്രീകണ്ഠ സാർ, ഞാൻ പറയട്ടെ, ഞാനൊന്നും ഈ ചർച്ചയെ ഞാൻ കാണുന്നത് കേരളം വൈനിന്റെയും ബിയറിന്റെയും വീര്യം കുറഞ്ഞ മദ്യത്തിന്റെയും ഒരു പ്ലാറ്റ്ഫോം ആയിട്ടല്ല. ഇത് കേരളത്തിന്റെ ഭാവിയെ കുറിച്ച് ഒരു ഡിസ്കഷൻ നടക്കേണ്ട ഒരു വേദിയായിട്ടാണ് ഇവിടെ. ഞാൻ പറയട്ടെ, ഞാൻ ഇത്രയും ശക്തമായി ഞാൻ വാദിക്കുന്നതിന്റെ കാരണം, ഞാൻ ഒരു അഭിഭാഷക കൂടിയാണ്. എനിക്ക് ഫാമിലി കോർട്ട് ഉൾപ്പെടെ വരുന്ന കേസുകളിൽ മദ്യത്തിന്റെ ആ ഒരു വൃത്തികെട്ട വശമൊക്കെ നന്നായിട്ടാണ്. ഞാൻ പറയട്ടെ സാർ, നിങ്ങൾ ഈ ചെറിയ അളവിൽ തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ, ഈ ചെറിയ അളവിൽ തുടങ്ങിയതാണ് സ്റ്റിക്കിലും MDMA-യിലും പോയി നിൽക്കുന്നത്. മദ്യത്തിൽ നിന്ന് തന്നെയാണ് ക്യാമ്പസിൽ കുട്ടികൾ തുടങ്ങുന്നത്. ആദ്യം സ്റ്റിക്കിലും MDMA-യിലും ഒന്നും അല്ല, തുടങ്ങി 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 എത്തി നിൽക്കുക. നിങ്ങൾക്ക് കേരളത്തിൽ മാത്രമല്ലല്ലോ, ഈ മഹാരാഷ്ട്രയിലും ഡൽഹിയിലും എല്ലാം ഇതില്ലേ? ഞാൻ ചോദിക്കട്ടെ, അവിടുത്തെ BJP സർക്കാർ എന്താ ചെയ്യുന്നത്? അവിടുത്തെ BJP സർക്കാർ എന്താ ഇതൊക്കെ നിരോധിച്ചിട്ടുണ്ടോ? ഗുജറാത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? നമുക്ക് പുതിയ തലമുറയിൽ നിന്ന് ഇരട്ടത്താപ്പ് കൊണ്ടൊന്നും നേരിടാൻ പറ്റില്ല. നമ്മൾ രാഷ്ട്രീയമായിട്ട് പറയുമ്പോൾ തന്നെ പ്രായോഗികമായിട്ടും സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ട് വേണം സംസാരിക്കാൻ. ഞങ്ങൾ ഭരിക്കുന്ന ഡൽഹിയിലാവാം, ഞങ്ങൾ ഭരിക്കുന്ന ഡൽഹിയിലാവാം, ഞങ്ങൾ ഭരിക്കുന്ന മഹാരാഷ്ട്രയിലാവാം, ഞങ്ങൾ ഭരിക്കുന്ന മറ്റ് 24 സംസ്ഥാനങ്ങളിലാവാം. കേരളത്തിൽ പാടില്ല. കേരളത്തിലെന്നല്ല, ഏത് സംസ്ഥാനത്തും, ഞാൻ പറയട്ടെ, കേരളത്തിൽ ഏത് സംസ്ഥാനത്തും ഇത്തരം മദ്യനയം പോലെയുള്ള നയങ്ങൾ കൊണ്ടുവരുമ്പോൾ അവിടെ ഹെൽത്ത് ഇമ്പാക്ട് സ്റ്റഡി നടത്തേണ്ടത് അത്യാവശ്യമാണ് സാർ. വെറുതെ അല്ല. കേരളത്തിൽ മാത്രമേ യുവ പ്രശ്നങ്ങളുള്ളൂ. എന്ത് ചെയ്താലും എല്ലാരും തുടങ്ങും. ഇതൊക്കെ നമുക്ക് ആവശ്യമല്ലേ സാർ? അത് കാലഘട്ടത്തിനനുസരിച്ച് മാറണ്ടേ? ലോകം മുഴുവൻ മാഡം ഒന്ന് യാത്ര ചെയ്ത് നോക്ക്. ഇത് ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനം തന്നെയാണ്. മദ്യം ഉപയോഗിച്ച് തുടങ്ങുന്ന ആള് പതിയെ പതിയെ MDMA-യിലേക്കും അല്ലെങ്കിൽ മറ്റു ലഹരിയിലേക്ക് പോകുമെന്നൊന്നും പറയുന്ന ഒരു ശരിയായ നിരീക്ഷണമല്ല. ശാസ്ത്രീയമായി ഡോക്ടർ മറ്റൊക്കെ പറഞ്ഞ കുറെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. ആൽക്കഹോൾ ഉപയോഗത്തിന്റെ ആരോഗ്യപരമായ പ്രശ്നത്തെക്കുറിച്ച്. പിന്നെ BJP-യുടെ നേതാവ് കൂടിയായിട്ടുള്ളവർ അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിനകത്ത് ഇന്ത്യയിലെ സൈനികർക്ക് സബ്സിഡിയോടുകൂടി ടാക്സ് രഹിതമായി മദ്യം കൊടുക്കുന്ന രാജ്യമാണ് ഇന്ത്യ. BJP അല്ലേ ഭരിക്കുന്നത് കഴിഞ്ഞ 10-13 വർഷമായിട്ട്. എന്തേ ഇനി പട്ടാളക്കാർക്ക് ഞങ്ങൾ മദ്യം ടാക്സ് ഇല്ലാതെ കൊടുക്കുന്നത് എന്ന് നിശ്ചയിക്കാൻ പറ്റുമോ? ലഹരിക്കെതിരായി നമ്മളെല്ലാം, രാഷ്ട്രീയ പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, മാധ്യമപ്രവർത്തകർ, സാംസ്കാരിക, എല്ലാവരും ഒറ്റക്കെട്ടായി അണിനിരന്നുകൊണ്ട് ഈ സമൂഹത്തെ, നമ്മുടെ കുട്ടികളെ വഴിതെറ്റിക്കുന്ന അല്ലെങ്കിൽ അവരെ കുടിയിലേക്ക് കൊണ്ടുപോകുന്ന മയക്കുമരുന്നിനെതിരായ വലിയ പോരാട്ടം നമ്മൾ ഒരുമിച്ച് നടത്തണം. 2 ഡോക്ടർമാരുടെ ഇരിപ്പുണ്ട്. രണ്ടാളും പറഞ്ഞത് എന്താ? വീര്യം കുറഞ്ഞതാണെങ്കിലും വീര്യം കൂടിയതാണെങ്കിലും ലഹരി ആപത്താണെന്നാണ്. സർക്കാരിന്റെ നയം എന്താ? മദ്യപാനം സാമൂഹ്യ വിപത്താണെന്ന് കൊണ്ടുകൊണ്ട് അതിന്റെ ലഭ്യത ഉപഭോഗം കുറച്ചുകൊണ്ട് വരുന്ന 2 ഗവൺമെന്റും പറഞ്ഞത്. LDF-ന് കുഴപ്പമുണ്ട്. LDF മദ്യവർജന പറഞ്ഞ് അതൊരു നയമേ അല്ല. ആളുകളെ കുടിക്കുന്നത് വേണ്ടെന്ന് വെക്കണം. മദ്യത്തിന്റെ ഉൽപാദനം, വിതരണം, സൂക്ഷിപ്പ്, ഈ 3 കാര്യത്തിൽ LDF നയം പറഞ്ഞില്ല. UDF-ന്റെ നയം എന്താ? മദ്യനിരോധനമാണ്. ഈ നയം എന്താണ്? പുതിയ വീര്യം കുറഞ്ഞ മദ്യം എന്നുള്ളത് 300 മുതൽ 320 വരെ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ അധിക വിഭവ സമാഹരണമുണ്ട്. അതിനകത്ത് 7ാമത്തെ ആയിട്ട് പറഞ്ഞതാ അധിക വിഭവ സമാഹരണം എന്ന് പറഞ്ഞാ കൂടുതൽ ആളുകൾ മദ്യപിക്കുകയും കൂടുതൽ വരുമാനം വേണേം ചെയ്യും. അപ്പൊ ഈ UDF-ന്റെ നയം എന്താ? ഇനിയും കുടിക്കാൻ ബാക്കി ആരെങ്കിലും ടാർഗറ്റ് ഓഡിയൻസ് ആരാ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ടൂറിസം എന്തുകൊണ്ടാണ് ഡെവലപ്പ് ആവാത്തത്? കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് എന്തുകൊണ്ട് ടൂറിസം കുറച്ച് വരുമാനമാണ് കിട്ടുന്നത്?
സാർ അത് നിങ്ങൾ ചെക്ക് ചെയ്യണേ. ഇതുകൊണ്ട് നിങ്ങൾ check ചെയ്യണേ. ഒരു ടൂറിസ്റ്റിന് എന്തുകൊണ്ടാണ് ഇപ്പം കിട്ടാത്തെ? ഒട്ടും ടൂറിസ്റ്റ് ഫ്രണ്ട്ലി അല്ല. ടൂറിസ്റ്റുകൾ വരാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം മദ്യപരുടെയും മയക്കുമരുന്ന് ലോബിയുടെയും ശല്യം കാരണം, പേപ്പട്ടിയുടെ ശല്യം കാരണം, വന്യമൃഗങ്ങളുടെ ശല്യം കാരണം. ഇല്ലെങ്കിൽ ഞങ്ങൾ ഉപയോഗിക്കും. അല്ലല്ല, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ഇവരോട് ഒരു ഇത്. അതായത് ഇപ്പൊ പറയുന്നത് 0.5% മുതൽ ആൽക്കഹോൾ ഉള്ള 0.5% മുതൽ 10% വരെ ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള ആ വീര്യം കുറഞ്ഞ മദ്യം എന്ന് പറയുന്നതിന് ഏതാണ്ട് 120% നികുതി എന്നും 10% മുതൽ 20% വരെ ഉള്ളതിന് 175% നികുതി എന്നുമാണ് പറയുന്നത്. കേൾക്കൂ, മുമ്പ് ഇത് IMFL 251% നികുതിയിലാണ്. ഇങ്ങനെ വരുമ്പോൾ സർക്കാരിന് വരുന്നത് ഈ 120% സ്ലാബിൽ വരുമ്പോൾ ഏതാണ്ട് 100 കോടിയുടെ നഷ്ടവും, ഈ 175% വരുമ്പോൾ ഏതാണ്ട് 76 കോടി നഷ്ടം നികുതിയിൽ, ഞാൻ പറയട്ടെ, നികുതിയിൽ വരും എന്നാണ് കണക്കാക്കുന്നത്. സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കുമ്പോഴും അങ്ങനെ. പക്ഷേ അധിക ഞാൻ പറയട്ടെ, അപ്പൊ ഒരു സർക്കാർ നികുതിയിൽ നഷ്ടം വരുത്താനാണോ ആഗ്രഹിക്കുന്നത്? അല്ല, ഈ നികുതി കൂടുതൽ കിട്ടണം, സർക്കാരിന്റെ ഖജനാവ് നിറയണമെങ്കിൽ അവിടെ എങ്ങനെ വരും? ഈ പറയുന്ന ഇത്രയും കുടിയന്മാര് കുടിച്ചാൽ മതിയോ? ഇനിയും കുടിപ്പിക്കുവര് ആരെ? ഈ കേരളത്തിലെ യൂത്ത് എങ്ങനെ നികത്തും? 2014 ബാറുകളെല്ലാം ക്ലോസ് ചെയ്തു. അതിനുശേഷമാണ് ഈ ലഹരി ഡ്രഗ്സ് ഇത്രയധികം കേരളത്തിൽ അതാണ് സത്യം. അന്ന് ഇവരൊക്കെ എവിടെ പോയിരുന്നു? അല്ല, അത് നിങ്ങൾ ഉണ്ടാക്കിയ ഒരു പുകമറയല്ലേ? അല്ല, ഒരിക്കലും അല്ല. അതായത് ബാറുകൾ എന്ന് പറയുന്നത് എന്ത് സ്റ്റഡിയാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? എന്തെങ്കിലും കണക്കുണ്ടോ? ഡേറ്റ ഉണ്ടോ? ഉണ്ടല്ലോ, കണക്കുണ്ട്. എവിടെ? മദ്യപിച്ചുകൊണ്ടിരുന്നവരല്ല മയക്കുമരുന്നിലേക്ക് കടന്നിരിക്കുന്നത്. അത് പുതിയ തലമുറയാ. മദ്യപിച്ചുകൊണ്ടിരുന്നവരും മയക്കുമരുന്നിലേക്ക് കടന്നിട്ടില്ല. പുതിയ തലമുറ. ഞാൻ വലിയൊരു പെക്യുലർ സിറ്റുവേഷനിലാണ്. കാരണം LDF ഉണ്ടാക്കിയ മദ്യനയത്തെ അവർ രാഷ്ട്രീയമായിട്ട് അത് ഉപേക്ഷിച്ചിട്ട് ഇപ്പൊ ആരോപണം ഉന്നയിക്കുന്നതുകൊണ്ട് ഇപ്പൊ LDFന്റെ മദ്യനയത്തെ കൂടുതൽ പഠിക്കുകയും അതിനെ ജസ്റ്റിഫൈ ചെയ്യേണ്ട അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. മനസ്സിലായില്ലേ? കാരണം ഇവരെ ചെയ്യില്ലല്ലോ, അതല്ലല്ലോ ചെയ്യുന്നത്. ഞാൻ പറയട്ടെ, ശ്രീമതി ടിപ്പു സിന്ധുമോൾ പറഞ്ഞ മുഖ്യമന്ത്രി ഒരു സെക്കൻഡ്. ടിപ്പു സിന്ധുമോൾ പറഞ്ഞ കാര്യം, ഇതിനകത്ത് വരുമാന നഷ്ടം ഉണ്ടാവുന്നത്. വരുമാന നഷ്ടം അല്ല ഇവിടെ പ്രശ്നം. 2022-23 നയപ്രകാരം വീര്യം കൂടിയ മദ്യം നിരുത്സാഹപ്പെടുത്തുന്നതിന് വേണ്ടി വീര്യം കുറഞ്ഞ മദ്യം കൊണ്ടുവരികയാണ്. അപ്പൊ ഒരു മിനിറ്റ്. അപ്പൊ വീര്യം കൂടിയ മദ്യത്തിനും 251, വീര്യം കുറഞ്ഞ മദ്യത്തിന് 251 കൊടുത്താൽ ആൾക്കാര് വീര്യം കുറഞ്ഞ മദ്യം മേടിക്കുമോ? നിങ്ങളുടെ പറയട്ടെ, നിങ്ങളുടെ നയത്തിന് ഘടകവിരുദ്ധം അല്ലേ? ഞാൻ ചോദിക്കുന്നത് 250 രൂപ കൊടുത്തിട്ട് ഒരു വീര്യം കുറഞ്ഞ മദ്യം കിട്ടും, 250 കൊടുത്ത കട്ട റമ്മും കിട്ടും. ആരാ പോയിട്ട് വീര്യം കുറഞ്ഞ മദ്യം മേടിക്കാൻ പോകുന്നത്? അത് തന്നെയാണ്. അതിനെ നിരുത്സാഹപ്പെടുത്തണമെങ്കിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചു വെക്കണം. അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷനുള്ള ലോജിക്ക്. അത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ വീര്യം കൂടിയ മദ്യത്തിന്റെ നികുതി അങ്ങ് കൂട്ടിയാൽ മതിയായിരുന്നല്ലോ. എന്താ കൂട്ടാത്ത? പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞത് വീര്യം കുറഞ്ഞതാണ് ഇനിഷ്യൽ സ്റ്റേജിൽ ഉപയോഗിക്കുന്ന ഒരാൾക്ക് നല്ല, അയാൾ കുറച്ചുകൂടെ ഹയറിലേക്ക് പോകും. അതേസമയം അയാൾ 42 ഡിഗ്രിയിൽ തുടങ്ങിയാൽ അയാൾ ഹയസ്റ്റിലേക്കും മദ്യത്തിൽ ഒക്കത്തില്ലെങ്കിൽ MDMA തുടങ്ങിയിട്ടുള്ള സിന്തറ്റിക് ഡ്രഗ്സിലേക്കും പോകും. അപ്പൊ യഥാർത്ഥത്തിൽ പിന്നെ രണ്ട് എക്സൈസ് കമ്മീഷണർമാര് കേരളത്തിലുണ്ടായിരുന്നു. ഒന്ന് ഋഷിരാജ് സിംഗും 2 S അനന്തകൃഷ്ണനുമാണ്. ഇവർ രണ്ടാളും പറഞ്ഞത് വീര്യം കുറഞ്ഞ മദ്യം തുടങ്ങിയാൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ അതിനകത്തേക്ക് പോകുമെന്നും അത് വീര്യം കൂടിയ മദ്യത്തിലേക്കുള്ള പ്രലോഭനം മദ്യപാന നഴ്സറി ആണെന്നുള്ളതാണ്. പണ്ട് ചാരായം ഉണ്ടായിരുന്നു. ചാരായം നമുക്ക് 13 രൂപയുടെ പ്ലാസ്റ്റിക് കിറ്റ് കിട്ടുമായിരുന്നു. ഇത് റെഡി ടു ഡ്രിങ്ക് ആണ്, ആർക്കും വേണ്ടി ഉപയോഗിക്കാവുന്ന രീതിയിൽ വ്യാപകമാവുമെന്നാണ് അനന്തകൃഷ്ണൻ പറഞ്ഞത്. അതുകൊണ്ട് ഈ രണ്ട് എക്സൈസ് കമ്മീഷണർമാർ ഈ ഗവൺമെന്റിന്റെ ഇരുന്നത് UDFന്റെ LDFന്റെ കാലത്ത് ഇരുന്നവര് പറഞ്ഞു ഇത് ഗുണകരമല്ല, ആപത്താണ്. അല്പം മുമ്പേ ഇവിടെ സംസാരം കേട്ടു. അതായത് ലഹരിയല്ല ആൽക്കഹോള്,
മദ്യം എന്ന് പറയുന്ന ലഹരിയിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ലെന്ന്. അങ്ങനെയല്ല, മദ്യവും ലഹരി തന്നെയാണ്, അതും കെമിക്കൽ തന്നെയാണ്. നമ്മൾ ഈ സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഭയക്കും. ഇതും ഒരു ഡ്രഗ് തന്നെയാണ്, ഇത് കെമിക്കലാണ്. C2H5OH എന്ന ഒരു കെമിക്കൽ മോളിക്യൂളാണ് ആൽക്കഹോൾ. അതുകൊണ്ട് ഇതും ലഹരി തന്നെയാണ്. നമ്പർ 1. നമ്പർ 2, കൂടുതൽ അധികമായാൽ അമൃതും വിഷം, അതാണ് തത്വം. പക്ഷെ ലഹരിയെക്കാട്ടിലും വളരെ കുറഞ്ഞ സംഭവമാണ് ഈ മദ്യം. അതാണ് അതിന്റെ കാര്യം. അതായത് മറ്റേ രാജവെമ്പാലയാണെങ്കിൽ ചേരയാണ് ഈ മദ്യം എന്ന് പറയുന്നത്. അത് വിരോധിക്കാനും പറ്റത്തില്ല, അത് എല്ലാവരും ഉപയോഗിക്കുകയും സാധാരണക്കാരെല്ലാം ഉപയോഗിക്കും. ആ സ്ഥിതിക്ക് അപകടം കുറഞ്ഞ് മദ്യം കൊടുക്കുക, അതാണ് ഏറ്റവും നല്ലത്. അപകടം കുറയുമെന്ന് അത് അപകടം കുറവാണ്. MDMA ഒരു ദിവസം MDMA കഴിച്ചു കഴിഞ്ഞാൽ അതിന് അഡിക്റ്റ് ആണ് അയാൾ. സാധാരണ ഒരു ഡീസന്റ് ആയിട്ട് മദ്യപിക്കുന്ന ഒരാൾ, ഒരു 1-2 പെഗ് കഴിക്കുന്ന ആളാണെങ്കിൽ വളരെ നീറ്റായിട്ട് അയാൾ പോകും റെഗുലറായിട്ട്. റെസ്പോൺസിബിലിറ്റി ഇടയ്ക്ക് നമ്മള് ക്രിസ്മസിന് ഈസ്റ്ററിന് ഒരു ഗ്ലാസ് ബിയർ, ഒരു ഗ്ലാസ് വൈന്, ഒരു രസമല്ലേ? ഞങ്ങളെ ഈ മില്ലേനിയൽസ് ഇരുന്നിട്ട് നിങ്ങൾ ചുമ്മാ ഈ പൊളിറ്റിക്കൽ ഡിസിഷൻ ഞങ്ങൾ യങ്സ്റ്റേഴ്സിനോട് ചോദിക്കൂ, യങ്സ്റ്റേഴ്സിനോട് ചോദിക്കൂ. ചെല്ലുമ്പോൾ ആൽക്കഹോളും അകത്ത് ചെല്ലുമ്പോ എന്താ സംഭവിക്കുന്നത് നാൻസിക്ക് അറിയാമോ? ഒരു ഹാപ്പി ഫീലിംഗ് കിട്ടുന്നുണ്ട്. ഹാപ്പി ഫീൽ എത്ര നേരം നിൽക്കും? അത് ഒതുങ്ങുമോ? ChatGPT ഒരു മനുഷ്യനെ എങ്ങനെ സൂയിസൈഡ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോ ഇങ്ങനെ സൂയിസൈഡ് ആ കുട്ടി സൂയിസൈഡ് ചെയ്തു. മാം എല്ലാത്തിലും അഡിക്ഷൻ ഉണ്ട് മാം. മൊബൈൽ ക്രിയേറ്റ്സ് അഡിക്ഷൻ. എനിത്തിങ് ക്യാൻ ക്രിയേറ്റ് അഡിക്ഷൻ. ഞാൻ പറഞ്ഞു തരാം. ആൽക്കഹോൾ ഇസ് വൺ among them. ഞാൻ പറഞ്ഞു തരാം. മൊബൈൽ അഡിക്ഷൻ അപകടമായിരിക്കും. അതിന്റെ അർത്ഥം ആൽക്കഹോൾ അഡിക്ഷൻ നല്ലതാണെന്നല്ല. രണ്ടും ഉപയോഗിക്കുന്ന ആളിനനുസരിച്ച്. അങ്ങനെയല്ല. ഫോൺ എനിക്കും ഉണ്ട്, മാഡത്തിനും ഉണ്ട്. ആൽക്കഹോളിനുള്ള ആക്സസ് എനിക്കും ഉണ്ട്, സാറിനും ഉണ്ട്, ഇവർക്കും ഉണ്ട്. ആക്സസ് എല്ലാവർക്കും ഉണ്ട്. അതായത് ഈ ആളുകൾക്ക് എത്ര വിവരം ഉണ്ടെന്ന്, ആളുകൾ എങ്ങനെ ഉപയോഗിക്കുന്നു പിന്നെ എളുപ്പമുണ്ടായിരുന്നല്ലോ. നാൻസി പറഞ്ഞു ഇത് സന്തോഷം തരുമെന്ന്. ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ, പക്ഷെ സന്തോഷത്തിന് ഒരു കുറവില്ല. ഈ കെമിക്കല് ശരീരത്തിൽ ചെന്ന് വയറു മുതല് കാലിനറ്റം മുതല് തല ചോറ് വരെ എന്ത് ചെയ്യുമെന്ന് കൃത്യമായിട്ട് വ്യത്യാസമുണ്ട്. ഒരു സാധനം അകത്ത് ചെന്ന് അബ്സോർബ് ചെയ്യുന്നതും ഈ കേരളത്തിൽ ശുദ്ധമായിട്ടുള്ള പ്യൂർ ആയിട്ടുള്ള എന്തുണ്ട്? എല്ലാം കെമിക്കൽസും വിഷാംശമാണ്. നമ്മൾ വാങ്ങുന്ന പച്ചക്കറി വിഷാംശമാണ്. പിന്നെ ഏതെങ്കിലും കാര്യങ്ങളുണ്ടോ? അല്ലാതെ കാട് കയറി പോയിട്ട് കാര്യമില്ല. കാര്യം കൊണ്ടിട്ടും കാര്യമില്ല. ആൽക്കഹോൾ ഉള്ളിൽ ചെന്ന് അത് വയറിൽ നിന്നും അബ്സോർബ് ചെയ്ത് തലച്ചോറ് ഉൾപ്പെടെ ബ്ലഡ് ബ്രെയിൻ ബാരിയറിനെ ക്രോസ് ചെയ്ത് അവിടെ ചെന്ന് ഉണ്ടാക്കുന്ന നാശം യാതൊരു കാരണവശാലും ഒരു നെയിൽ പോളിഷ് നമ്മുടെ വക്കിന്റെ മുകളിൽ ഇട്ടാൽ വരില്ല. അത് അബ്സോർപ്ഷൻ വരികയില്ല. പക്ഷെ ഉള്ളിൽ ചെന്ന് അബ്സോർബ് ചെയ്ത് ഇത്രയും അപകടം തല മുതൽ കാലിന്റെ ഏറ്റവും അറ്റം വരെ ഉണ്ടാക്കുന്ന അപകടം മറ്റൊന്നിനും തന്നെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരിയല്ല. അല്ലല്ല, മദ്യപിച്ച് വാഹനം ഓടിക്കരുത്. സിനിമ കേൾക്ക് എക്സംഷൻ അല്ല. തിയേറ്ററിൽ ചെന്നാൽ മദ്യപാനം ഞാനൊന്ന് പറഞ്ഞോട്ടെ, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ഞാനൊന്ന് പറഞ്ഞോട്ടെ, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം, പുകവലി ശിക്ഷാർഹം, ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ടല്ലോ. ഉണ്ട്. അങ്ങനെ കാണുന്ന നമ്മളാണ് ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് നിങ്ങൾ കുടിച്ചോ എന്ന് കേൾക്കോ? നിങ്ങൾ പിന്നെ എന്താ പ്രോത്സാഹിപ്പിക്കുന്നത്? വീര്യം കുറഞ്ഞത് തുടങ്ങിയോ? പതുക്കെ ഗ്രാജുവൽ ആയിട്ട് നമുക്ക് കൂട്ടാം. മദ്യപിക്കുന്നത് ആരോഗ്യത്തിന് ഗുണകരമാണോ നല്ലതാണോ എന്നൊന്നും ഉള്ള അഭിപ്രായമില്ല. പക്ഷേ മദ്യത്തെ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ചർച്ച. പറയുന്ന എല്ലാത്തിലും ഇപ്പോ കെമിക്കലുകൾ നിങ്ങൾ നോക്കിയാൽ
നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ, ഡ്രഗുകൾ, കൊക്കക്കോള ഉൾപ്പെടെയുള്ള ശീതളപാനീയങ്ങൾ, ഇതിലെല്ലാം കെമിക്കലുകളുണ്ട്. അല്ല പറയട്ടെ, മദ്യം ആരോഗ്യത്തിന് നല്ലതാണ്. പക്ഷേ അല്ല, ഇതെല്ലാം നമ്മുടെ സമൂഹത്തിനകത്ത് റെസ്പോൺസിബിളായി എങ്ങനെ ഉപയോഗപ്പെടുത്തണം, റെസ്പോൺസിബിളായി എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഞാൻ അതിൽ ആദ്യം മുതലേ പറഞ്ഞത് ഇതിനൊരു പൊളിറ്റിക്കൽ വെപ്പണായി, ടൂളായി UDF ഉപയോഗിക്കുന്നു. അഴിമതി നടത്താൻ ഒരു കമ്പനിയിൽ നിന്ന് കുറച്ചു കൊടുക്കും. അതാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞല്ലോ LDFന്റെ അതേ നയം ആവർത്തിക്കാനല്ലോ UDF അധികാരത്തിൽ വന്നിരിക്കുന്നത്. മാറ്റം വരുത്താലോ. UDF-ന് നയം ഉണ്ടാവുമ്പോൾ ഇത് കേൾക്കൂ. എന്താ വെറുതെ എന്താ ഇത്ര അപക്വമായിട്ട് സംസാരിക്കുന്നത്? എന്താ ഇത്ര അപക്വമായിട്ട് സംസാരിക്കുന്നത്? രാഷ്ട്രീയ UDF-ന് നയമല്ലേ പ്രഖ്യാപിച്ചത്? അപക്വല്ലേ രാഷ്ട്രീയം പറയുന്നത്? UDF കേൾക്കൂ. ഒരു സർക്കാർ അധികാരത്തിലേക്ക് വന്നാൽ അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ചർച്ച ചെയ്തിട്ടാണ് ഒരു നയം പ്രഖ്യാപിക്കുക. UDF അധികാരത്തിലേക്ക് വന്ന് 45 ദിവസമായിട്ടുണ്ട്. ഈ 45 ദിവസത്തിനുള്ളിൽ KCBC മുതൽ മദ്യനിരോധന സമിതി മുതൽ മറ്റെല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് ഒരു തീരുമാനം എടുക്കും. ഒരുപക്ഷെ ഇത് അലൗ ചെയ്യാനായിരിക്കാം, അതല്ലെങ്കിൽ ഇതൊന്നും വേണ്ടെന്നായിരിക്കാം. ഇതൊന്നും വേണ്ട. അതെന്താണ് എന്ന് പറയാൻ അതെന്താണെന്ന് പറയാൻ ഞാനിപ്പോ അശക്തനാണ്. സർക്കാരിന്റെ മദ്യനയം ഉണ്ടാവുമ്പോൾ ആ മദ്യനയത്തിൽ വ്യക്തത ഉണ്ടാവും. ഇപ്പോ കേരളത്തിൽ നിലവിലുള്ളത് LDF കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ മദ്യനയമാണ്. ആ മദ്യനയം മാറ്റേണ്ട തീരുമാനം ഞങ്ങൾ എടുക്കേണ്ട പ്രോസസ് ഉണ്ടല്ലോ. ആദ്യം രാഷ്ട്രീയ നെറികേട് നിർത്തിയിട്ട് നിങ്ങൾ തീരുമാനിച്ച നയം, നിങ്ങൾ നടപ്പിലാക്കിയ പ്രത്യേക സ്ലാബ് അംഗീകരിക്കുക എന്നുള്ളതാണ്. നെറികേട് നിർത്തുക എന്നുള്ളതാണ്. LDF നിതിൻ ഗഡിച്ചേണ്ടത് രാഷ്ട്രീയ നെറികേട് വിൽക്കാൻ അല്ലെങ്കിൽ എന്തിന് ഇവിടെ നേരത്തെ ചോദിച്ചല്ലോ, ഞങ്ങളുടെ ആണല്ലോ നിങ്ങൾക്ക് അധികാരം. നിങ്ങളുടെ നിലപാട് എന്താണ്? ഇവിടെ വീര്യം കുറഞ്ഞ മദ്യം വേണോ? അതിന് പ്രത്യേകമായി തീർച്ചയായും വേണം. വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വേണം. കേരളത്തിൽ നഷ്ടമായി പോകുന്ന പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, ഇതിൽ നിന്നെല്ലാം ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന കാർഷിക സർവകലാശാല ഉൾപ്പെടെ പുറത്തു വെച്ചിട്ടുള്ള സ്റ്റഡികളുണ്ട്, റിസർച്ചുകളുണ്ട്. വീര്യം കുറഞ്ഞ മദ്യം വേണം. പക്ഷെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ മറവിൽ ബെക്കാഡി കമ്പനിയിൽ നിന്ന് അവരുടെ ടാക്സ് ഇന്ത്യയിൽ ഈ പറയുന്ന വീര്യം കുറഞ്ഞ മദ്യം, ബിയറിൽ വീര്യം കുറവാണ്, വൈനിൽ വീര്യം കുറവാണ്, കള്ളിൽ അല്ല, അതല്ലേ പറയുന്നത്. സ്പിരിറ്റിൽ നിന്ന് സ്പിരിറ്റ് ചേർത്ത് നേരിട്ടുണ്ടാക്കുന്ന ഈ പറയുന്ന ഏറ്റവും വീര്യം കുറഞ്ഞ മദ്യം ഇന്ത്യയിൽ 90% വിൽക്കുന്ന ഒരൊറ്റ കമ്പനിയാണ് ബെക്കാഡി. ബെക്കാഡിയുടെ ബ്രീസർ. എന്തിന് ആ കമ്പനി എത്ര കമ്മീഷൻ വാങ്ങിയെന്നാണ് ചോദ്യം. ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മദ്യനയം എടുത്തൊന്ന് വായിക്കുക. താങ്കൾ അതൊന്ന് നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞു 90% സ്റ്റേക്ക് ഹോൾഡറുള്ള ഒരു കമ്പനിയിൽ നിന്ന് കമ്മീഷൻ കിട്ടാതെ നികുതി കുറച്ച് കൊടുക്കുമോ? ആ കുറച്ച് കൊടുത്തു എന്നാണ് ഞങ്ങളുടെ ആർഗ്യുമെന്റ്. ചെമ്പരത്തിപ്പൂവിന്റെ ചുവപ്പാണോ കാരമുള്ളിന്റെ കൂർപ്പാണോ ഏതാ നല്ലത് എന്ന് ചോദിക്കുന്നത് പോലെയാണ് മദ്യം കുറഞ്ഞതാണോ കൂടിയതാണോ എന്ന് ചോദിക്കുന്നത്. മദ്യം മനുഷ്യ ശരീരത്തിന് ആവശ്യമുള്ള കാര്യമല്ല, ഡോക്ടർ പറയൂലോ. അങ്ങനെ മദ്യത്തിന്റെ അതായത് വീര്യമുള്ള എന്തെങ്കിലും വേണമെങ്കിൽ സ്റ്റിറോയിഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റും. അതൊന്നും അല്ലല്ലോ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ചർച്ച ചെയ്യുന്നത് നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളെ എങ്ങനെ മദ്യപന്മാരാക്കി അതിൽ നിന്ന് കൊള്ളയടിക്കാന്നുള്ളതാ ചർച്ച.
അല്ലാതെ ഈ ആളുകളെ നന്നാക്കാനല്ല. വഴിയിലേക്ക് അങ്ങോട്ട് പോയില്ല, അതിലേക്ക് അങ്ങോട്ട് പോയില്ല. അപ്പൊ ചർച്ച ചെയ്തല്ലേ, ചർച്ച കൂടിയത് വേണോ കുറഞ്ഞത് വേണോ എന്നുള്ളതിലാണ് ചർച്ച. എന്റെ അഭിപ്രായത്തിൽ എന്റെ ഒരു ചെറിയ അനുഭവം ഞാൻ പറയാം. ഞാനൊരു 10-40 മറ്റേ പണിക്കാരെ വെച്ച് പണിയെടുക്കുന്ന ആളാണ്. മറ്റേ കൺസ്ട്രക്ഷൻ ഫീൽഡാണ് എന്റേത്. ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്ന ആളുകളുള്ള ഫീൽഡാണ് എന്റെ ഇത്. പക്ഷെ അവരൊക്കെ ഈ കോൺക്രീറ്റ് സമയത്ത് ഞാൻ മദ്യം കൊടുക്കാറില്ല ആർക്കും. എൻ്റെ ഒരു തൊഴിലാളി അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഞാൻ 500 രൂപ കൊടുത്തിട്ട് അദ്ദേഹം പോയി ഏറ്റവും വില കുറഞ്ഞ മദ്യം മേടിച്ചുകൊണ്ട് വന്നു. പുള്ളി പറയുന്ന ഒരു പോളിസി ഇതാണ്: ഏത് കഴിച്ചാലും ശരീരം തന്നാവാനുള്ളതല്ല, ഇത് ഏറ്റവും വില കുറഞ്ഞാൽ പെട്ടെന്ന് വിവരം അറിയാം. അപ്പൊ കൂടിയ മദ്യമാണ് കഴിച്ചതെങ്കിൽ വിവരം അറിയാവുന്ന. സാർ ഒറ്റ പോയിന്റ് സാറേ, ഈ വീര്യം കുറഞ്ഞ മദ്യം എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? മാങ്ങ, ചക്ക, ക്യാഷു, ഹോർട്ടികോർപ്പിന്റെ പ്രപ്പോസലാണ്. ഇതിന്നുള്ള സാധനങ്ങളിൽ നിന്ന് മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന പ്രപ്പോസലിനാണ് ഇപ്പൊ ഈ ചർച്ച നടക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾ പറയുന്ന സോക്കോൾഡ് റമ്മും നിങ്ങളൊക്കെ അടിക്കുന്ന ബ്രാൻഡിന്റെ അല്ല. ഞങ്ങൾ പറയും നിങ്ങളൊക്കെ അടിക്കുന്ന ബ്രാൻഡ് അല്ല. ഇത് നാച്ചുറലി ജനറേറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റിന്റെ ഡിസ്കഷൻ ആണ്. ഈ കുട്ടി കേട്ട് കഴിഞ്ഞാൽ തോന്നും അതിൽ നിന്നുണ്ടാക്കുന്ന മദ്യം ഏതാണ്ട് ഹെൽത്തി ആണെന്ന് തോന്നും. അത് തെറ്റിദ്ധരിപ്പിക്കലാണ്. ഒന്നുമില്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ അല്ലല്ലോ. മദ്യങ്ങളും അല്ലല്ലോ. എല്ലാത്തിനും അപകടമാണ്. പക്ഷെ മദ്യം ഉപയോഗിക്കുകയാണെങ്കിൽ അത് ലോവറിൽ നിന്ന് ഹയറിലേക്ക് പോകുന്നതാണ് നല്ലത്. അതേപോലെ അതിന്റെ ടാക്സ് കുറച്ച് അവനെയോ അവന്റെ കുടുംബത്തെയും രക്ഷിക്കണം സാമ്പത്തിക ദുരവസ്ഥയിൽ നിന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഇത് ഉപയോഗിക്കണമെന്നല്ല പറഞ്ഞു. ഉപയോഗിക്കുന്നവനെ സ്ട്രെങ്ത് കുറഞ്ഞത് കൊടുക്കുക. സ്ട്രെങ്ത് കുറഞ്ഞു കൊടുക്കുക. കുഞ്ഞെ കശുമാവിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്നത് വാറ്റിയാര എന്നാണ് പറയുന്നത്. ഏറ്റവും അൺഹെൽത്തി ആയിട്ടുള്ളതാണ്. അല്ലാതെ ഇദ്ദേഹം ഇതൊന്നും ഇല്ലായിരുന്നോ? സാറേ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. താങ്കള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു എക്സൈസിൽ ഉള്ള ഒരു ഉദ്യോഗസ്ഥന്റെ അത്രയും ഇതിനെ കുറിച്ചുള്ള വിവരം ഒരു കുടിച്ചിക്കോ കുടിയനോ ഉണ്ടാവണമെന്നില്ല. ഉണ്ടാവണമെന്നില്ല സാർ. കൊല്ലം ജില്ല, കോഴിക്കോട് ജില്ല ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയില് ഇന്റേൺഷിപ്പ്. ഇത് എന്റെ ഒരു ലിമിറ്റഡ് നോളജ് എന്ന് ഞാൻ പറയാം. ഈ ഒരാള് കുടിക്കണേല് ആദ്യമേ ബീർ വാങ്ങിയിട്ട് പിന്നെ ബക്കാടി വാങ്ങുന്നതല്ല. MDMA ഒക്കെ കിട്ടണേല് സുഖം. ഭയങ്കര ഈസിലി നിങ്ങൾ കാര്യം 31 ദിവസം കേരളത്തിൽ കൂടെ MDMAക്ക് എതിരായിട്ട് നടന്ന ആളാ ഞാൻ. എന്നോടായി ഒരു സെക്കൻഡ് മോളെ, എനിക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ട് കുട്ടിയെ കണ്ടതിന്. ഏത് സബ്സ്റ്റൻസ് എടുത്താലും വൺസ് അത് ആൽക്കഹോൾ ആയി കഴിഞ്ഞാൽ കെമിക്കലാണ്. അതിനകത്തൊരു സംശയം വേണ്ട. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് ആയാൽ അതൊരു രോഗാവസ്ഥയാണ്. ആ രോഗാവസ്ഥയായാൽ എത്ര നികുതി കൂട്ടിയാലും എത്ര വില കൂട്ടിയാലും ഒന്നും ഒരു പ്രയോജനമില്ല. അവൻ അവിടുത്തെ കലം വിറ്റ് വേണമെങ്കിൽ പോയി കുടിക്കും. ഭാര്യയുടെ പാല് ഒരുപാട് ബിരുദമൊക്കെ എടുത്തിട്ട് വല്ല കാര്യം ഉണ്ടോ എന്നുള്ളതായി പറഞ്ഞു. വീര്യം കുറഞ്ഞ മദ്യം എന്ന് പല പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ നമ്മള് ഇപ്പൊ ഞങ്ങളുടെ OP-യില് പേഷ്യൻസ് വരുമ്പോൾ നമ്മൾ ഒരു ഫാറ്റി ലിവർ അങ്ങനെയുള്ള അസുഖങ്ങളെ കണ്ടുപിടിക്കുമ്പോൾ മദ്യപിക്കാറുണ്ടോ ഇല്ല എന്നായിരിക്കും യൂഷ്വൽ ഫസ്റ്റ് ഉത്തരം. പക്ഷെ നമ്മൾ വീണ്ടും ചോദിക്കും, ഒട്ടും ബിയർ കഴിക്കില്ല? ബിയർ കഴിക്കാറുണ്ട്. പിന്നെ സോഷ്യൽ ഡ്രിങ്കിങ് ഉണ്ട്. അപ്പൊ ഈ സോഷ്യൽ ഡ്രിങ്കിങ്ങിനെയും ബിയർ കഴിക്കുന്നതിനെയും ഒന്നും മദ്യപാനം എന്നുള്ള വിഭാഗത്തിൽ ആൾക്കാർ കണക്കിൽപ്പെടുത്തിയിട്ടില്ല. എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു സൈക്കോളജി ഡെവലപ്പ് ചെയ്ത് വരും. വീര്യം കുറഞ്ഞ മദ്യം നമ്മൾ 10 പ്രാവശ്യം പറയുമ്പോൾ അൺനോയിങ്ലി ആണെങ്കിലും നമ്മളത് ഡെലിബറേറ്റ് അല്ലെങ്കിലും അതൊരു ഹാംഫുൾ അല്ലാത്ത റിലേറ്റീവ്ലി ഹാംലെസ് ആയിട്ടുള്ള സാധനമാണെന്ന് നമ്മൾ തന്നെ അഡ്വർടൈസ് ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ ഇത് ഒരു ഗ്രോയിങ് കാര്യം എന്താ? നമ്മളിപ്പോ ആൽക്കഹോളിനെ കുറിച്ചാണ് ഇല്ല. കെമിക്കൽസ്, ആൽക്കഹോൾ എത്ര വീര്യം കൂടിയതാണെങ്കിലും കുറഞ്ഞതാണെങ്കിലും ഹാംഫുൾ തന്നെയാണ്. ഇത് ബോഡിയെ ഹാംഫുൾ ആവാത്ത രീതിയിൽ കൺസ്യൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആ വ്യക്തിക്ക് വളരെയധികം ഡിസിപ്ലിൻ ആവശ്യമായിരിക്കും. വളരെയധികം. എപ്പോഴും നമ്മുടെ പേഷ്യൻസ് നമ്മളോട് ചോദിക്കുന്നതാണ്, ഡോക്ടർ ഒരു സേഫ് ലെവൽ ആൽക്കഹോൾ നമ്മൾക്ക് എത്ര കഴിക്കാം എന്നുള്ളത്, എത്ര ഡ്രിങ്ക്സ് ആണ് സേഫ്? ദ ആൻസർ ഇസ് 0 and it will always be 0. റെസ്പോൺസിബിൾ ഡ്രിങ്കേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. വിദേശ മദ്യങ്ങളിലൊക്കെ ബോട്ടിൽ എഴുതുന്ന ഡ്രിങ്ക് റെസ്പോൺസിബിലിറ്റി എന്നാ, ഇവിടുത്തെ ഹാംഫുൾ നല്ലതെന്ന്. അതുപോലെ തന്നെ അവിടെയൊക്കെ ഇപ്പൊ 80% വരെ ചക്കാമാക്ക, അബ്സന്റ് ഇങ്ങനെയുള്ള മദ്യങ്ങൾ ഉത്പാദിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴാണ് ഇവിടെ 0 പോയിന്റിലേക്ക് പോകുന്നത്. ഇതിന്റെയൊക്കെ ഒരു അൾട്ടിമേറ്റ് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു ലോകം മുഴുവൻ.
ലോകത്ത് എല്ലായിടത്തും മദ്യം കിട്ടും. ഒരു രാജ്യത്ത് പോലും ഈ മദ്യനിരോധനം വിജയിച്ചിട്ടുമില്ല. സൗദി അറേബ്യ പോലും അവിടെ കിട്ടും, അതൊക്കെ തുറന്നു. പിന്നെ നമ്മളിവിടെ ഇരുന്ന് ഈ രോഗം ഉണ്ടാക്കുന്നു, അപകടം ഉണ്ടാക്കുന്നു. ഇത് മാത്രമല്ല, ഈ പിള്ളേരെ ഓരോ ദിവസവും ഒരു 5 കുട്ടികളെങ്കിലും കേരളത്തിൽ സ്വിമ്മിങ് അറിയാൻ മേലാതെ മരിക്കുന്നുണ്ട്, ഇല്ലേ? മദ്യപിച്ചിട്ട് അങ്ങനെ അത്രയും പേരെ ഒന്നിച്ചു മരിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, അല്ലെ ഞാൻ ചോദിക്കട്ടെ, ഫിലിപ്പോസ് പഠിക്കില്ലേ? ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്. ആദ്യം സ്വിമ്മിങ് പഠിപ്പിക്കട്ടെ. രണ്ടാമത് ചെയ്യേണ്ടത് ഈ സ്കൂളിലെ അങ്ങയുടെ ഈ മണ്ണിലെ അവതാര ലക്ഷ്യം എന്താ? അവതാര ലക്ഷ്യം ഞാനും സാധാരണ മനുഷ്യരെ പോലെ ജനിച്ചു, അതുപോലെ മരിക്കും. അല്ലല്ല, ഈ മുഴുവൻ ആൾക്കാരെയും കുടിപ്പിച്ചിട്ട് മരിക്കും അങ്ങനെ ഞാൻ പറയാം. ഞാൻ ആരെയും കുടിപ്പിക്കാറില്ല. മദ്യപിക്കുന്നോണ്ട് കുഴപ്പമില്ല എന്നുള്ളതിന്റെ മാന്യമായിട്ടാണ് മദ്യം കഴിക്കുന്നത്. മാന്യമായിട്ട് കഴിക്കുന്നത്. ഞാൻ 50 വർഷമായി മദ്യപിക്കുന്ന ആളാണ്. രാജു പി നായർ കേട്ട് ഞെട്ടിക്കാണോ? മദ്യം കഴിക്കുന്നത് മാന്യത ഉണ്ടെന്ന് മനസ്സിലായില്ലേ? മാന്യമായിട്ട് മദ്യം കഴിക്കുന്ന പഠിക്കലോട് ചോദ്യം. ഞാനത് ഒരു സിവിലൈസ്ഡ് വേൾഡിൽ ഇപ്പോ ഉള്ളത് റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് ആണെന്നുള്ളതിന് തർക്കമില്ല. ഇവിടെ ആരോഗ്യ വിദഗ്ധരും അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ, അതിന്റെ ബോഡി ഹാംഫുൾ എഫക്ട്സ് എന്നുള്ളത് അതിലും തർക്കമില്ല. ഇതിനൊരു ബാലൻസ് വേണം. ഒരു ബാലൻസ് അനുസരിച്ച് മാത്രം മുന്നോട്ട് പോകാൻ പറ്റും. ആ ബാലൻസ് ഉണ്ടാക്കുക എന്നുള്ളത് ഗവൺമെന്റ് ഉത്തരവാദിത്തമാണ്. അതെല്ലാം കൺസൾട്ടേഷന് ശേഷം ഗവൺമെന്റ് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഗവൺമെന്റ് ചെയ്യും. അതിന് ഇന്നത്തെ സാമൂഹിക സാഹചര്യങ്ങൾ പുതിയ തലമുറയുടെ ആവശ്യം, അത് അപകടമാവുന്നത് എവിടെയാണ്, ഇതെല്ലാം പറയും. ഇപ്പൊ നേരത്തെ ഇവിടെ ആരോ പറഞ്ഞപ്പോ ഇത് കുട്ടികൾക്ക് കിട്ടുമോ എന്നുള്ളത്, അങ്ങനെയല്ല. ബെവ്കോയിൽ കൂടിയാണ് അത് കൊടുക്കുന്നത്. ബെവ്കോയിൽ ഇപ്പോൾ തന്നെ കൊടുക്കുന്നുണ്ടല്ലോ, ബിയർ മേടിക്കുന്നത്. അത് 18 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് മാത്രമേ കിട്ടുള്ളൂ, അതിന് താഴത്തേക്കുള്ളവർക്ക് കൊടുക്കുന്നില്ല. അപ്പൊ ഇതിന്റെ സപ്ലൈ സിസ്റ്റത്തിൽ ആ ഒരു നിയന്ത്രണം നമുക്കുണ്ട്. പിന്നെ 21 സപ്ലൈ സിസ്റ്റത്തിൽ നമുക്ക് നിയന്ത്രണമുണ്ട്. പിന്നെ നമ്മുടെ ടാക്സേഷൻ കൊണ്ട് നമുക്ക് നിയന്ത്രണമുണ്ട്, നമ്മുടെ പോളിസി കൊണ്ട് നിയന്ത്രണം ഉണ്ടാവും. അത് അത്തരത്തിലൊരു പോളിസി ഉണ്ടാക്കുക എന്നുള്ളതാണ് സർക്കാരിനെ സംബന്ധിച്ചുള്ള ഉത്തരവാദിത്വം. കർണാടകത്തിലെ 12,684 ഔട്ട്ലെറ്റുകളുണ്ട്. കേരളത്തിൽ എത്രയാളുള്ളത്? 300. ഇത് ആദ്യം ചെയ്യേണ്ടത് ഈ ലഹരി MDMA-യിലേക്കൊക്കെ പോകാതെ ആദ്യം ബിവറേജസിന്റെ ഔട്ട്ലെറ്റുകൾ വർദ്ധിപ്പിക്കട്ടെ. തമിഴ്നാട്ടിലാണെങ്കിൽ 7,500 ഉണ്ട് ഇപ്പോഴും. അദ്ദേഹം കുറച്ചിട്ട് 800 എണ്ണം കുറച്ചിട്ട് ഇപ്പൊ 7,500 എണ്ണം ഉണ്ട്. ഇവിടെ ഇല്ല, 238 എണ്ണേ ഉള്ളൂ. അതാണ് ഈ ലഹരിയിലേക്ക് പിള്ളേർ പോകാനുള്ള കാരണം. കൂടുതൽ അവൈലബിൾ മദ്യം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കർണാടകയിലൊന്നും ആരും ലഹരി ഉപയോഗിക്കാൻ പാടില്ല. ഒരു മെഡിക്കൽ ക്വസ്റ്റ്യൻ. അങ്ങനെയാണ് എല്ലാ വീട്ടിലും മദ്യഷോപ്പ് തുറക്കണമെന്നാ പഠിക്കലിന്റെ അഭിപ്രായം. ഇല്ല, അവിടുത്തെ അവൈലബിലിറ്റി ആണ് അവിടുത്തെ ഡ്രഗ്സിനെ പ്രിവെന്റ് ചെയ്യുന്നത്. കാരണം ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്തൊന്നും ഡ്രഗ്സ് ഉണ്ടാവില്ല. ഈ ഡ്രഗ്സും ആൽക്കഹോളും ഒക്കെ ഒരേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഒരു ഡ്രഗ്സ് ഉണ്ട് എന്ന് വിചാരിച്ച ആൽക്കഹോൾ ഒഴിവാകുന്നില്ല, ആൽക്കഹോൾ ഉള്ളതുകൊണ്ട് ഡ്രഗ്സ് ഒഴിവാകുന്നില്ല. ഇത് രണ്ടും ഈവിൾ തന്നെയാണ്. ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഗവൺമെന്റ് നമ്മളെ കുട്ടികളെ ഇതിനെതിരെ ബോധവാന്മാരാക്കുന്നുണ്ട്. സാറ് പറഞ്ഞ പോലെ സ്വിമ്മിംഗ് പഠിപ്പിക്കണം കുട്ടികളെ. അത് ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വിമ്മിംഗ് പഠിപ്പിക്കണം. ട്രാഫിക് റെഗുലേഷൻസ്, ട്രാഫിക് റൂൾസ് ഫോളോ ചെയ്യാൻ പഠിപ്പിക്കണം. അതുപോലെ ഇതിന്റെ ആപത്ത് വശങ്ങൾ എന്നുള്ളത് തന്നെ കുട്ടികളെ പഠിപ്പിക്കുക തന്നെ വേണം. അതല്ലാതെ ഒരു റെഗുലേഷനോ ഇല്ലാതെ അഡൽട്ട്ഹുഡില് ഈസിലി മദ്യം അവൈലബിൾ ആകുമ്പോഴാണ് കൺട്രോൾ ഇല്ലാത്ത, ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരു ജനറേഷന് ഈസിലി അവൈലബിൾ ആയിട്ട് ഒരുപാട് വീട്ടമ്മ പറയുന്നു. ഞാനിപ്പോ എന്താ വെച്ചാല് ഈ സാറ് പറഞ്ഞ പോലെ റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് എന്നുള്ളൊരു സംഭവത്തോട് അനുകൂലിക്കുന്നത്. റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് ഒന്നും ഇല്ല, എല്ലാം നമ്മുടെ മൈൻഡാണ്. എല്ലാം നമ്മുടെ മൈൻഡാണ്. നമുക്ക് എന്ത് വേണം, എത്ര വേണം എന്നുള്ളൊരു നമ്മുടെ കയ്യിലൊരു ലിമിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും ഇതിലേക്ക് പോയില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, നമ്മള് നിയമപ്രകാരമായ റെസ്പോൺസിബിൾ ഡ്രിങ്കിങ്ങിന്റെ വലിയൊരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ആൾക്കാരുമായിട്ട് പയറ്റുന്നത് കണ്ടത്. ഭയങ്കര റെസ്പോൺസിബിലിറ്റിയാ. ഞാൻ പറയട്ടെ, സ്ത്രീകളുടെ മദ്യപാനവും ഇത് സമൂഹത്തിൽ പല താല്പര്യങ്ങളുള്ള, പല അഭിരുചികളുള്ള ഒരു ഇപ്പൊ എനിക്ക് ഇവിടെ ഇരുന്ന എന്റെ അഭിപ്രായം പറയാൻ പറ്റും. KCBC പറയുന്നത് KCBCയുടെ അഭിപ്രായമാണ്, അതുകൊണ്ട് മറ്റു അഭിപ്രായങ്ങളൊന്നും വാലിഡ് അല്ല എന്ന് പറയുന്നത് ശരിയല്ല. അതിനു പകരം ഇത് റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് കൊണ്ടുവരികയും അതുപോലെ തന്നെ നല്ല അവയർനെസ് ഉണ്ടാക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ സിഗരറ്റിന്റെ കൺസംഷൻ കുറഞ്ഞു ഇല്ലേ? സിഗരറ്റിന്റെ കൺസംഷൻ കുറഞ്ഞു. ഇപ്പൊ ഈ ലഹരി ഒന്നും വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വലിയ രീതിയിൽ അച്ചീവ് ചെയ്തിരുന്നു.
അത് നമ്മൾ വലിയ ബോധവൽക്കരണം നടത്തി. അല്ല, രാജു, അപ്പൊ നമ്മൾ ഈ നടക്കുന്ന കാര്യങ്ങൾ അല്ല, നേരെ നമ്മൾ ഇത് പ്രൊവൈഡ് ചെയ്യുമ്പോൾ തന്നെ അതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്താൻ നടപടി എടുക്കാം. 29 ബാർ 900 ചെല്ലാനും ആക്കിയിട്ടല്ല അത് പറയേണ്ടത്. മനുഷ്യ ശരീരത്തിനും വ്യക്തികൾക്കും മദ്യപാനം അത് വീര്യം കുറഞ്ഞതായാലും കൂടിയതായാലും എല്ലാം മനുഷ്യ ശരീരത്തിന് അപകടം തന്നെ. പക്ഷേ ഈ ഇത്തരം ഇത് നമ്മുടെ സമൂഹത്തെ മൊത്തത്തിൽ എങ്ങനെ ബാധിക്കുന്നു, സമൂഹത്തിൽ എല്ലാ തരം മനുഷ്യരും നമ്മുടെ സമൂഹത്തിലുണ്ട്. അതാണ് നമ്മൾ പ്രധാനമായിട്ട് ലോകത്തിനകത്തുണ്ടാവുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം വേണം. പക്ഷേ ഇതിനെ കമ്മീഷൻ അടിക്കാനുള്ള ഒരു കാര്യം മാത്രമായിട്ട് ഈ മദ്യനയത്തെ ഉപയോഗപ്പെടുത്തുന്നതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. ബാർ അടച്ചതാണ് ശരി. ബാക്കി പൂട്ടാൻ തയ്യാറാണോ? ഇപ്പൊ ബാർ പൂട്ടാൻ പുതിയ തയ്യാറാകുമോ? 29 ബാർ മാത്രം കേരളത്തിൽ എന്ന അഭിപ്രായം വെക്കുമോ? അതാണ് ചോദ്യം. 29 ബാർ മതി എന്ന അഭിപ്രായത്തിലേക്ക് UDF-ഉം താങ്കളും എത്തുമോ? ഇത്രയുള്ള ചോദ്യം. ഈ വീര്യം കുറഞ്ഞ മദ്യം, ഒരു മിനിറ്റ്, വീര്യം കുറഞ്ഞ മദ്യം കൊണ്ടുവരാൻ വേണ്ടി വീര്യം കുറഞ്ഞ മദ്യം ഒരു സെക്കൻഡ് അല്ലല്ല ഒരു മിനിറ്റ് സാർ, ഒരൊറ്റ മിനിറ്റ്. വീര്യം കുറഞ്ഞ മദ്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അബ്കാരി ചട്ടത്തിൽ ഭേദഗതി നടത്തിയത് ആരാണ്? പറഞ്ഞല്ലോ ആരാണ്? കേരളത്തിൽ ആരാണ്? അതല്ലേ അബ്കാരി ചട്ടം ഭേദഗതി ചെയ്തത് ആർക്ക് വേണ്ടിയിട്ടാണ്? ബക്കാടിയുടെ അപേക്ഷയുടെ മേൽ അബ്കാരി ചട്ടം ഭേദഗതി ചെയ്തത് ആരാണ്? സതീശനേക്കാൾ കട്ടമായി നുണ പറയാണ്. വീര്യം കുറഞ്ഞ മദ്യം തന്നെയാണ് LDF-ന്റെ നയം. നിങ്ങൾ ഒരു കമ്പനിയുടെ മാത്രം ഉൽപ്പന്നത്തെ രാഷ്ട്രീയക്കാർ പറയും അങ്ങോട്ടും ഇങ്ങോട്ടും അഴിമതി എന്ന് പറയും, ഡോക്ടേഴ്സ് പറയും ഇത് അസുഖങ്ങൾ ഉണ്ടാക്കും പറയും. അങ്ങനെ ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സ് എഴുതി കൊടുക്കുന്ന എന്തോരം മരുന്നുകള് കിഡ്നി ഡാമേജ് ചെയ്യുന്നു, അങ്ങനെ എന്തെല്ലാം പ്രശ്നമുണ്ട്. ഒരു ബാറുടമ സംസാരിക്കട്ടെ. ബാറുടമ മാത്രമല്ല, ഞാൻ ടൂറിസത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന കൂടെയാണ്. ടൂറിസത്തിന് ഇത് ആവശ്യമാണ്. കാരണം ഇപ്പൊ ഫോറിനേഴ്സ് വരുന്നു, അവര് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന വീര്യം കുറഞ്ഞാണ് വൈന്, ബിയർ. ബക്കാടി എന്തുകൊണ്ട് ഇല്ലാന്ന് അവർ പലരും ചോദിക്കാറുണ്ട്. ഞങ്ങൾ വളരെ വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് വീര്യം കുറഞ്ഞ ഈ ബക്കാടി ബ്രീസർ പോലുള്ള സാധനങ്ങൾ. സർ, ഇറ്റ് ഇസ് അവൈലബിൾ എവ്രിവെയർ ഇൻ ഇന്ത്യ. അതുപോലെ എല്ലായിടത്തും വിലയും കുറവാണ്. ഇവിടെ വരുന്നത് 200 രൂപ വരുന്നുണ്ട്. എന്നിട്ട് എല്ലാവരും പറഞ്ഞു ടാക്സ് നഷ്ടം വരും. ഒരിക്കലും നഷ്ടം വരില്ല. ഇവര് മദ്യനിരോധനക്കാരെന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇത് ലോകം മുഴുവനുള്ള കാര്യമാണ് ഇത്. പിന്നെ ഇവിടെ മാത്രം ഇവരിത് വേണ്ടാന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങളുടെ റോമില് വെത്തിക്കാന് ചുറ്റും മദ്യക്കടകളാണ്. എന്താ ഇവർ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കാത്ത? എന്താ ഇവർ അവിടെ പോയി സമരം ചെയ്തൂടെ ഇവർക്ക്? പള്ളി നമ്മളിപ്പം കേരളത്തിന്റെ സാഹചര്യത്തെ അനുസരിച്ച് കേരളത്തിലെ വീര്യം കൂടിയതാണോ വീര്യം കുറഞ്ഞു പോകണോ എന്നുള്ള ചർച്ചയാണ്. എന്താ ഈ കേരളത്തിലെ സാഹചര്യം? ഈ റോമിനെ കുറിച്ചൊക്കെ പറയുന്നതിന് മറുപടി വേണ്ടേ? അല്ല, റോമിനെ ഇറങ്ങിയ പ്രശ്നമാവില്ല. പറഞ്ഞോട്ടെ, റോമിനെ കുറിച്ച് കാരണം ഞാൻ സ്പെയിനിൽ ഒരു പള്ളി കാണാൻ പോയി. പള്ളിയിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങണത് ബാറിലേക്കാ. ഇത് പള്ളിയും ബാറും അറ്റാച്ച്ഡാ. ലണ്ടനില് പള്ളികള് ബാറാക്കി വിൽക്കുകയാണ് ഇപ്പം. പള്ളി പോകാൻ ആളില്ല, എല്ലാ പള്ളികളും ബാറായി മാറുക. അല്ല, നമ്മള് കേരളത്തിലെ സബ്ജക്ട് അതല്ല, നമ്മുടെ സബ്ജക്ട് അതല്ല. സബ്ജക്റ്റിൽ നിന്ന് മാറിപ്പോകരുത്. സാറേ, നിങ്ങൾ ഈ മദ്യത്തിനെതിരെ സംസാരിക്കുമ്പോഴേ ഈ സിഗരറ്റ് എന്താണ്? എല്ലാം മോശമാണ്. നിങ്ങൾക്ക് ഈ മദ്യം മാത്രമല്ല MDMA മോശമാണ്, എല്ലാം മോശം. അതായത് അട്ടപ്പാടി എന്ന് പറയുന്ന സ്ഥലത്തെ 22 വർഷത്തോളമായി മദ്യം നിരോധിച്ചിട്ട് അവിടെ ഏറ്റവും കൂടുതൽ വ്യാജമദ്യം കിട്ടുന്ന അട്ടപ്പാടിയില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഗവൺമെന്റ് ആകെ എന്ന് പറയുന്നത് നമ്മുടെ ഈ കണ്ണൂരിന്റെയും കോഴിക്കോടിന്റെ ഇടയ്ക്കുള്ള സ്ഥലമാണ്. 10 കിലോമീറ്റർ ചുറ്റളവ് 62 ബാറുണ്ട്. അവിടെ ആരും അത്രയും കുടിക്കുന്നുമില്ല. അതെന്താ? അപ്പൊ അവൈലബിലിറ്റി അല്ല പ്രശ്നം, അവയർനെസ് ആണ്. അവിടെ മാഗിയിലുള്ളവർക്ക് അറിയാതെ 20 വർഷമായിട്ട് നമ്മുടെ കേരളത്തില് പുതിയ തലമുറ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ടാ പോകുന്നത്.
അത് തന്നെ കറക്റ്റ് അതിന് ഞാൻ പറഞ്ഞു വന്നത് സാറേ, അങ്ങോട്ട് തന്നെയാ പോകുന്നത് അതിനകത്ത് ഒരു മാറ്റമില്ല ഞാൻ 13-14 ദിവസം കൂടുമ്പോ ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ 13-14 ദിവസം കൂടുമ്പോ സർക്കിൾ ഓഫീസിൽ പോകുന്ന ഒരാളാണ് അവിടെ വരുന്ന കേസുകള് കഞ്ചാവ് MDMA പല കേസുകളും വരുന്നുണ്ട് ഒരാള് രാജീവ് പി നായർ രാജീവ് പി നായരുടെ ചോദ്യം ഇരുത്തം എന്ന രാഷ്ട്രീയ നേതാവ് കള്ളു കുടിച്ച് ഇന്ന് കാണയിൽ കിടക്കുന്ന ഒരു ജൻസിയെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? പറ്റുമോ? കള്ളു കുടിച്ച് കാണയിൽ കിടക്കുന്നതിൽ ഭൂരിഭാഗവും നമ്മുടെ തലമുറയാണ്. നമ്മുടെ തലമുറയാണ്. അതാ റെസ്പോൺസിബിൾ നമ്മൾ റെസ്പോൺസിബിൾ ആവുക എന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ റെസ്പോൺസിബിൾ ആവുക നമ്മുടെ കേരളത്തിൽ പരമ്പരാഗതമായിട്ടുള്ള ഒരു കള്ളു വ്യവസായമുണ്ട്. നാടൻ പന തെങ്ങ് കള്ളു വ്യവസായം. ഇപ്പൊ നിലവിലുള്ള പൊതുവെയുള്ള അവസ്ഥ എന്താ അറിയോ? ഇവിടെ ഈ പുതിയ തലമുറയ്ക്ക് കള്ളും വേണ്ട ഒന്നും വേണ്ട. MDMA കഞ്ചാവ് എന്ന നിലയിലേക്കാണ് ഇന്നത്തെ പുതിയ തലമുറ പോകുന്നത്. ഫാമിലി ആയിട്ട് പോയി അടിക്കലുണ്ട് കള്ള് ഷാപ്പ്. ഇപ്പൊ നല്ല കള്ള് ഷാപ്പ് നല്ല ബിസിനസ്സാണ്. ഫാമിലിയാണ് പോണേ. ആലപ്പുഴ കുട്ടനാട് ഇങ്ങനെ കുട്ടനാടൊക്കെ നല്ല അവിടെയൊക്കെ എല്ലായിടത്തും ഫാമിലി ഇപ്പൊ പ്രീമിയം സെറ്റപ്പിലാ. വീട്ടിൽ കേൾക്കുന്നുണ്ടാവും. അതൊക്കെ ഒരു വിഷയം. സാറേ ഇവിടെ ഈ ചർച്ച കേൾക്കുമ്പോ ഇവിടെ ഈ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാൻ പാടില്ല എന്നുള്ളൊരു അവസ്ഥയാണ് തോന്നുന്നത്. പക്ഷെ 251% ടാക്സ് നൽകി വീര്യം കുറഞ്ഞ മദ്യം കൊടുക്കാം. ആ ടാക്സ് 120 ആക്കി കൊടുക്കുന്നതിലാണ് തർക്കം നടക്കുന്നത്. അത് ആർക്ക് വേണ്ടിയിട്ടാണെന്നുള്ളതാണ് അതിന് ഉത്തരം പറയേണ്ടത് രാജീവ് പി നായർ. ഇതിന്റെ റവന്യൂ ആസ്പെക്ട് ആരും ചർച്ച ചെയ്യാത്ത സാറേ. വില കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ച് മദ്യപാനാസക്തി കേരളത്തിൽ കുറയ്ക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബജറ്റിൽ മുഖ്യമന്ത്രി VD സതീശൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. എന്നാൽ നിർദ്ദേശത്തിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നു. ആ വിമർശനങ്ങൾ ആഴത്തിൽ പരിശോധിക്കും ഇനി അടുത്ത എപ്പിസോഡിൽ. നാളെ രാത്രി 8:15 വീണ്ടും കാണാം. ഗുഡ് ബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.